ഇന്നേ ദിവസം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും ദുഷ്ടാരൂപിയുടെ ആധിപത്യങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവാം ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്ന് നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നിറയപ്പെടട്ടെ. ആത്മാവിന്റെ അഭിഷേകം നിറയപ്പെടുമ്പോൾ നമ്മുടെ സ്പിരിറ്റിൽ, നമ്മുടെ ഉള്ളിൽ നിറയപ്പെടുമ്പോൾ ഇന്ന് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ അസ്വസ്ഥതകളെയും ആ അഭിഷേകം നീക്കം ചെയ്യും. ഇന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് ഈ ഭൂമിയുടെ മേൽ സകല ശക്തികളുടെ മേലും അധികാരം നൽകിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. കാരണം മനുഷ്യനോടൊപ്പം വന്ന് ദൈവം വസിക്കുമായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനോടൊപ്പം വന്ന് വസിക്കുന്നു. അത് അങ്ങനെയാണ് ദൈവം നമ്മളെ ഡിസൈൻ ചെയ്തത്. എന്നാൽ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ സ്വയമേ അകന്നപ്പോൾ, നമ്മൾ ആ ഫെലോഷിപ്പിൽ നിന്ന് അടർന്നു മാറിയപ്പോഴും മനുഷ്യന് കൊടുത്ത അധികാരവും ശക്തിയും ഒക്കെ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്ന നാളുകളിൽ ഈ പ്രപഞ്ചശക്തികളുടെ മേൽ മനുഷ്യനുള്ള അധികാരം അവൻ മറന്നുകൊണ്ട് അതിന് സ്വയമേ മനുഷ്യൻ വിധേയപ്പെട്ട് അതിന് ഡോമിനേറ്റ് ചെയ്യാൻ അവസരം കൊടുത്തു. യു ആർ വെരി പവർഫുൾ പേഴ്സൺ. യേശു ഈ ഭൂമിയിൽ വന്നത് നിന്നെ പരിപൂർണമായി നിന്റെ ആ പൂർണ്ണതയിലേക്ക് നിന്നെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ നിനക്ക് നൽകി നിന്നെ ആ ഫുൾനെസ്സിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. കർത്താവ് ഒരു പുതിയ മതം സ്ഥാപിക്കാനല്ല, ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി തീർത്തുകൊണ്ട് നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനുകൾ അത് പൂർണ്ണതയിൽ നടത്തുന്നതിന് വേണ്ടി അവിടുന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ടാണ് ചില വ്യക്തികളുടെ ജീവിതങ്ങൾ, ഇന്നത്തെ ടോപ്പിക്ക്, എന്തുകൊണ്ടാണ് ചില വ്യക്തികളുടെ ജീവിതങ്ങളിൽ പൈശാചിക ശക്തികളുടെ ഈ അസ്വസ്ഥതകൾ വളരെയധികം ഉണ്ടാകുന്നത് ചില കുടുംബങ്ങളിൽ, ചില ജീവിതങ്ങളിൽ? അതിനൊരു റീസൺ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. അപ്പൊ ഇവിടെ ഒരു കാര്യം അപ്പസ്തലൻ പഠിപ്പിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ചില കാര്യങ്ങളെ നമുക്ക് അടിമപ്പെടുത്താം, അല്ലെങ്കിൽ അതിന്റെ അടിമയായി നമുക്ക് തീരാം. ഒരാൾ ഒരു കാര്യത്തിന് അടിമയായി തീരുന്നത് എങ്ങനെയാണ്? അപ്പൊ പൈശാചിക ശക്തിയുടെ അടിമയായി ഒരു വ്യക്തി മാറുന്നത് എങ്ങനെയാണ്? പൈശാചിക ശക്തി. അപ്പൊ ഇതിനകത്ത് പൈശാചിക ശക്തിയുടെ അടിമകളായ ഒരു വ്യക്തി മാറുന്നുണ്ടെങ്കിൽ, വാസ്തവത്തിൽ നമ്മൾ പൈശാചിക ശക്തികൾ എന്ന് പറയുമ്പോഴും ഇന്നൊരു ഡെലിവറൻസിന്റെ സെഷനാണ് കേട്ടോ, അത് ശ്രദ്ധിച്ച് കേട്ടിരിക്കണേ. അപ്പം കർത്താവിന്റെ ഡെലിവറൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇവരാരാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ആരാണ് ഈ ദുഷ്ടാരൂപികൾ? നമ്മൾ പൈശാചിക ശക്തികൾ എന്നൊക്കെ പറയുമ്പോൾ ഈ ദുഷ്ടാരൂപികൾ എന്ന് പറയുന്നത്, അതായത് സ്വർഗത്തിൽ ദൈവം സൃഷ്ടിച്ച മാലാഖമാരിലെ ഒരു ഗ്രൂപ്പാണ്. ഒരു 3-1, അല്ലെങ്കിൽ അതിൽ ഏറ്റവും ബഹുഭൂരിപക്ഷ ആൾക്കാരും സ്വർഗത്തിൽ തന്നെ ദൈവത്തോടൊപ്പമാണെങ്കിലും അതിനകത്തുനിന്നുള്ള ഒരു സർട്ടൺ ഗ്രൂപ്പ് ഓഫ് ദം. അപ്പൊ അവരെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർക്ക് പവേഴ്സ് ഉണ്ടായിരുന്നു. അവർ മോശക്കാരല്ല, അവർക്ക് നല്ല കഴിവുകളും പവേഴ്സും. അത് നമ്മൾ ലൂസിഫർ എന്ന് പറയും, ഡെവിൾ എന്ന് പറയുമ്പോൾ ആ ഡെവിളിന്റെ കൂടെ തന്നെ ഇത് പല വേർഷനിലുള്ള പല മാലാഖമാരുണ്ട്. അപ്പം അവരെ സ്വർഗത്തിൽ നിന്ന് ബാനിഷ് ചെയ്തപ്പോൾ അവര് വന്ന ഈ പ്രപഞ്ചത്തിന്, ഈ ലോകത്തിന് ബാനിഷ്ടാക്കി പുറന്തള്ളപ്പെട്ടവരാണ് അവരല്ലേ. അപ്പൊ അവരുടെ മേൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ ശക്തികളുടെ മേൽ മനുഷ്യന് ഓട്ടോമാറ്റിക്കലി ഒരു അധികാരമുണ്ട്. എല്ലാ മനുഷ്യനും, അത് ക്രിസ്ത്യാനികൾക്കെന്നല്ല, ഏത് ജാതി മതമൊന്നുമില്ല, മനുഷ്യനായി ഭൂമി ജനിക്കുന്നവർക്ക് ഈ ശക്തികളുടെ മേൽ ഒരു അധികാരം ഓട്ടോമാറ്റിക്കലി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ശക്തികൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് പൈശാചിക ശക്തിയുടെ അവര് വർക്കൗട്ട് ചെയ്യുന്നതിന്റെ അവരുടെ ഫങ്ഷനിങ്ങിന്റെ ഒരു മെയിൻ ഡ്രൈവിംഗ് സോഴ്സ് എന്ന് വെച്ചാൽ മനുഷ്യന്റെ എനർജീനെ അവർ വലിച്ചെടുക്കും. അപ്പൊ അവർക്ക് ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അവരുടെ ആ ഒരു റെലം അവർ സ്ട്രോങ് ആക്കുന്നത് അവർക്ക് കൂടുതൽ അടിമകളെ സൃഷ്ടിച്ചെടുത്തുകൊണ്ടാണ്. അപ്പം ദുഷ്ടശക്തികൾ എങ്ങനെയാണ് സ്ട്രെങ്തൻ ആകുന്നത്? അവർക്ക് കൂടുതൽ അടിമകളെ സൃഷ്ടിച്ചെടുക്കുക. അപ്പം മനുഷ്യൻ തന്നെ, അവരെക്കാൾ ശക്തരായ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ തന്നെ, അവൻ ഈ ശക്തികൾക്ക് അടിമപ്പെട്ട്
അവനിലെ സാന്നിധ്യത്തെ, അവനിലെ മനുഷ്യന് 3 തലങ്ങളുണ്ട്, സ്പിരിറ്റ്, സോൾ, ബോഡി. ഇതിനെ ഇവർക്ക് അങ്ങ് അടിയറവ് വെക്കുകയാണ്, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവിനെ എല്ലാം. അപ്പം മനുഷ്യനിലുള്ള ആ ഒരു ഹോളി സ്പിരിറ്റ് അനോയിറ്റിംഗ് മുഴുവനും, അല്ലെങ്കിൽ മനുഷ്യനുള്ള എന്തൊക്കെയാണോ അത് ഇവരിലേക്ക് പോയി ഇവരിൽ നിന്ന് ചില സംഭവങ്ങൾ, അതായത് ചില കാര്യങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവരെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർക്കൊരു ചെറിയ പവർ കൊടുത്തിട്ടുണ്ട്. ചെറിയ പവർ എന്നല്ല, മാലാഖമാർക്കുള്ള ആ ഒരു പവർ. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്ന് ഇവരെ വർഷിപ്പ് ചെയ്യുന്ന അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പം ആ ശക്തികൾക്കൊരു പവർ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഈ ഡീമോണിക് റെലം ഭൂമിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ലോകവ്യാപകമായിട്ട് ആ റെലം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവ ദൈവമല്ല. അവയ്ക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും, ചില കാര്യങ്ങളൊക്കെ നടക്കും, ചില റീജിയനെ അവർ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും, ചില റീജിയനുകൾക്ക് മേൽ അവർക്ക് അധികാരമുണ്ട്. ഇപ്പം ലോകത്തിലെ ചില രാജ്യങ്ങൾ, ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ചില രാജ്യങ്ങളിലൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ റീജിയണൽ സ്പിരിറ്റ്സ് ആയിട്ട് നിന്നവർ ചില നരബലികൾ നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം വീട്ടിലുള്ളവർ അത് ചെയ്തു പോവുക, കാരണം അവർക്ക് അവിടെ നിലനിൽക്കാൻ പറ്റാതെ വണ്ണം ഈ ശക്തികൾ പ്രശ്നം സൃഷ്ടിക്കുകയാണ്. എന്നാൽ നമ്മൾ ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം മനുഷ്യന് കൊടുത്ത യഥാർത്ഥ ശക്തിയെ അതിന്റെ പൂർണ്ണതയിലേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്ത് നമ്മളെ ആ ഫുൾനെസ്സിൽ നമ്മളെ നടത്തുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഇപ്പൊ പഴയ നിയമത്തിലാണെങ്കിലും ഈ റീജിയണൽ സ്പിരിറ്റുകളും ദുഷ്ടാരൂപികളും ദൈവത്തിന്റെ പ്രവാചകന്മാരെ ആ ശക്തികൾ വസിക്കുന്ന വ്യക്തികളിലൂടെ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് വൺ മാൻ വിത്ത് ഗോഡ് ഈസ് മെജോറിറ്റി. ഒരു വ്യക്തി ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ മെജോറിറ്റി ആവുകയാണ്. ഒരു വ്യക്തി ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ മെജോറിറ്റി. അങ്ങനെയാണ് പ്രവാചകന്മാരെ ദൈവം വഴി നടത്തുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ദൈവം നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയെ യേശുവിന്റെ ശരീരമാകുന്ന സഭയുമായിട്ട് കണക്റ്റഡ് ആക്കിയേക്കുവാണ്. യേശുവിന്റെ ശരീരമാണ് സഭ, നമ്മളൊക്കെ ആ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇവിടെ നമ്മൾ ആ സഭ, യേശുവിന്റെ ശരീരം, യേശുവുമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് യേശുവിന്റെ ശരീരത്തിനകത്ത് നിൽക്കുമ്പോൾ അവിടെ ദുഷ്ടാരൂപി കാണുന്നത് അനീഷിനെയല്ല, എന്നെ കേൾക്കുന്ന അന്നേനെയല്ല, പോളീനെയല്ല, ഏലിയാസിനെയല്ല. ആരെ കാണുന്നത്? യേശുവിനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് ദുഷ്ടാരൂപികളുടെ മേലുള്ള ആ അധികാരവും ആധിപത്യവും ഓപ്പറേറ്റഡ് ആക്കണമെങ്കിൽ അവിടെ സ്പിരിറ്റ് തലത്തിൽ ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർന്ന് ക്രിസ്തുവിലാണ് നമ്മൾ അവയെ നേരിടുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറയാം, നിങ്ങളെ അസ്വസ്ഥപ്പെടുന്ന ദുഷ്ടശക്തി, ആ ദുഷ്ടശക്തിയെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല നിങ്ങൾ ഡിഫീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ചിന്തിക്കുക, ഞാനിപ്പോൾ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോവുക, ആ വീട്ടിൽ ദുഷ്ടശക്തിയുടെ ആക്രമണമുണ്ട്. ആ ദുഷ്ടശക്തിയുടെ ആക്രമണമുള്ള ഒരു വീട്ടില് അനീഷ് പ്രാർത്ഥിച്ച് അവിടെ വിടുതലാണ്. നമുക്കൊക്കെ ബ്രദർ, അച്ഛൻ, പാസ്റ്റർ, അല്ലെങ്കിൽ അച്ഛന് ഭയങ്കര കൃപയാ, ആ ബ്രദറിന് ഭയങ്കര കൃപയാ, അതൊരു വിഗ്രഹാരാധനയാണ്. ബൈബിളിന്റെ ഒരു രീതി, ബൈബിൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു ശുശ്രൂഷകൻ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുകയോ ഒരു പള്ളിയിൽ ശുശ്രൂഷിക്കുകയോ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുകയോ ചെയ്താൽ അവിടെ ആ വ്യക്തിയുടെ ജഡത്തിലുള്ള വ്യക്തിയല്ല പുറത്തു വരേണ്ടത്, ഹോളി സ്പിരിറ്റിന്റെ നിറവിൽ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവാണ് സംസാരിക്കേണ്ടത്. ക്രിസ്തുവിനെയാണ് പൈശാച ശക്തികൾ ഭയപ്പെടുന്നത്. കാരണം കർത്താവ് അവരുടെ സൃഷ്ടാവാണ്, സകലത്തെയും നിർമ്മിച്ചവനാണ്, കുരിശിൽ ഇവയെ പരാജയപ്പെടുത്തിയവനാണ്. യേശുവിന്റെ സ്നേഹത്തിന്റെ, യേശുവിന്റെ ആത്മാവിന്റെ ശക്തി അവർക്കറിയാം. ആ ക്രിസ്തുവിന്റെ ഐഡന്റിറ്റിയിൽ ഒരു വ്യക്തി നിലനിൽക്കുമ്പോൾ ദുഷ്ടശക്തി ആ സ്ഥലത്ത് നിന്ന്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങി മാറുകയാണ്. പിന്നെ ഏതെങ്കിലും ഒരു അസ്വസ്ഥത ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഏതെങ്കിലും കാര്യത്തിന് പോയിട്ട് അടിമപ്പെടുത്തിയെങ്കിൽ, ഇപ്പൊ ചിലപ്പോൾ ആൾക്കാർ പറയും ജീവിതത്തിൽ പ്രതിസന്ധി അല്ലേ, ഇന്ന സ്ഥലത്ത് വന്ന് ഈ ശക്തിക്കൊന്ന് കീഴ്പ്പെടുക. അത് ആ ശക്തികൾ പല വേർഷനിലും വരും, ചില നല്ല വേർഷനിലും വരും. അവർ നല്ല വേർഷനിൽ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത് കറക്റ്റ് ആണല്ലോ, അത് ശരിയാണല്ലോ എന്ന് പോയി തോന്നും. പക്ഷെ എപ്പോഴും ഓർത്തുകൊള്ളുക, ദുഷ്ടശക്തികൾക്ക് അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ ഒരു വ്യക്തിയെ യേശു ക്രിസ്തുവിൽ നടത്തിക്കൊണ്ട് പോകുമ്പോൾ എപ്പോഴും ക്രിസ്തുവിലും ക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞ പരിഹാര ബലിയിലുള്ള വിശ്വാസത്തിൽ നിന്ന് അതിലേക്ക് തന്നെ നമ്മളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ കുറെ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഇതിനപ്പുറം ഒന്നുമില്ല, അതിനൊരു അടിമയായിട്ട് ഇങ്ങനെ 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 പോവുകയാണ്. അപ്പോൾ ആ എന്താ പറയുക, ആ ഒരു ബോണ്ടേജിൽ നിന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ ഇടയാകട്ടെ. ഗലാത്യ ലേഖനം 5-1 സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ, അടിമത്തത്തിന്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. അപ്പൊ നമ്മൾ വിധേയരായി കഴിഞ്ഞാൽ ഈ അടിമത്തം നമ്മുടെ പുറകെ വരും. അടിമത്തത്തിന്റെ നുകത്തിന് ഇനി നിങ്ങൾ വിധേയരാകരുത്. സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകുന്ന സ്വാതന്ത്ര്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകുന്ന സ്വാതന്ത്ര്യം, പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകുന്ന സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിനകത്ത് ക്രിസ്തുവിലുള്ള ഒരു വലിയ കംപ്ലീറ്റ്നെസ് നമ്മുടെ ഉള്ളിൽ കിട്ടുക.
ക്രിസ്തുവിലുള്ള വലിയൊരു കംപ്ലീറ്റ്നെസ് നമ്മൾ കിട്ടുകയാണ്. ഹല്ലേലൂയ. അപ്പം ഇന്ന് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വേറെ ഏതെങ്കിലും വ്യക്തികൾ പറയുന്നത് കേട്ട് പല സ്ഥലത്തേക്ക് ഓടി നടക്കുന്നതിന് മുൻപ് ക്രിസ്തുവിൽ നിങ്ങളെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് ക്രിസ്തുവിന്റെ ഐഡന്റിറ്റിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എന്നിൽ ആശ്രയിച്ച് കുറെ നാളുകൾക്ക് മുമ്പ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ഉള്ളി പറഞ്ഞ പ്രാർത്ഥന നിർത്ത്. അവിടെ അനീഷ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരെ ഇപ്പോൾ വീട്ടിലുള്ളവർ ആ ബ്രദർ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പം അവരെ ആശ്രയിക്കുന്ന എന്നിലാണ്. ഞാനും എൻ്റെ പ്രാർത്ഥനയെ ആശ്രയിക്കുമ്പോൾ അവിടെ എനിക്ക് വാർഫെയർ ഫീൽ ചെയ്യുക, എനിക്ക് അസ്വസ്ഥത ഫീൽ ചെയ്യുക. അപ്പൊ ഈശോയുടെ ഉള്ളിൽ പറഞ്ഞു, നീ പ്രാർത്ഥിക്കേണ്ടത് ക്രിസ്തുവിന്റെ ഐഡന്റിറ്റിയിലാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ഐഡന്റിറ്റിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്ത ഈശോ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. നമ്മുടെ ഒരു യോഗ്യതയിലുമല്ല, ഈശോയുടെ യോഗ്യതയാൽ, യേശു ക്രിസ്തുവിന്റെ യോഗ്യതയാൽ, യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ യോഗ്യതയാൽ ഞാൻ നീതീകരിക്കപ്പെടുന്നു. ആ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ, കൊളോസ്സസ് ലേഖനം 1-22 വാക്യം, ഈശോയുടെ പരിഹാര ബലിയിലൂടെ ഈശോ എന്നെ ഒട്ടിച്ചേർപ്പിച്ച് വെച്ചേക്കണം. ഈശോ ചെയ്ത പ്രവൃത്തിയാണ്, കർത്താവാണ് വിളക്കി ചേർത്തത്. ഞാനത് വിശ്വസിക്കുവാണെന്ന്. എൻ്റെ യേശുവിന്റെ പരിഹാര ബലിയിലൂടെ യേശുവിന്റെ ശരീരത്തിലേക്ക് എന്നെ ചേർത്തു. അത് കർത്താവ് ചെയ്തതാണ്. അത് ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ യേശുവിനെയാണ് അവിടെ കാണുന്നത്. അതായത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇന്ന് നിങ്ങളിത് വചനം കേൾക്കുമ്പോൾ എന്നെ കാണുന്നുണ്ടെങ്കിലും ഇതിലൂടെ നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നത് യേശുവിന്റെ സ്നേഹമാണ്, യേശുവിന്റെ വചനമാണ്, യേശുവിന്റെ ശക്തിയാണ്. ആ യേശുവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ, യേശുവിന്റെ അഭിഷേകം വ്യാപരിക്കുമ്പോൾ അത് ദുഷ്ടശക്തികളെ തകർത്ത് കളയും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കിവിടെ എൻ്റേതെന്നോ നിങ്ങളുടേതെന്നോ നമ്മുടേതെന്നോ ഒന്നും പറയുവാൻ അവിടെ നമുക്ക് എന്താണ് മേന്മ പറയാനൊന്നുമില്ല. ഇതെല്ലാം ഈശോയുടെ കരുണയും കൃപയും ഒന്നുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള ഐഡന്റിറ്റിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ജീവിക്കുമ്പോഴാണ് ദുഷ്ടശക്തികളുടെ അടിമത്തത്തിൽ നിന്ന് പരിപൂർണമായിട്ട് നമുക്ക് പുറത്തു വന്ന് ക്രിസ്തീയ ജീവിതം ആസ്വദിച്ച ആ അഭിഷേകത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നത്. ആദിമസഭയിലൊക്കെ അവര് യേശുക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് സ്നാനം, ബാപ്റ്റിസം കൊടുക്കുന്ന സമയത്ത് ആ ബാപ്റ്റിസം എന്ന് പറയുമ്പോൾ വെള്ളത്തിലേക്ക് അവര് ഈശോ ജോർദാൻ നദിയിൽ സ്നാനം സ്വീകരിച്ചതുപോലെ വെള്ളത്തിൽ മുങ്ങുന്ന സമയത്ത് അവർ വിശ്വസിക്കുന്ന വിശ്വാസം എന്തായിരുന്നു? യേശുക്രിസ്തുവിനോടുകൂടി ഞാൻ മരിക്കുന്നു, യേശുക്രിസ്തുവിനോടുകൂടി ഞാൻ അടക്കപ്പെടുന്നു, യേശുക്രിസ്തുവിനോടുകൂടി ഞാൻ ഉയർപ്പിക്കപ്പെടുന്നു. ഈ 3 കാര്യമാണ് ബാപ്റ്റിസത്തിൽ സംഭവിക്കുന്നത്. യേശുക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നു, യേശുക്രിസ്തുവിനോടുകൂടി അടക്കപ്പെടുന്നു, യേശുക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെടുന്നു. പിന്നീട് ഇപ്പം അനീഷ് എന്നുള്ള വ്യക്തിത്വം അവിടെ ഇല്ല. അനീഷ് എന്നുള്ള വ്യക്തിത്വം ഇല്ല. പലരും ആൾക്കാർ ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ ജാതകവും ജ്യോതിഷവും അസ്ട്രോളജിയും ഒന്നും ഇങ്ങനെ നോക്കാറില്ല. അപ്പം അതെന്താ ഈ അസ്ട്രോളജി, ജ്യോതിഷം, ജാതകം, ഈ സംഭവങ്ങളെല്ലാം അത് നമുക്കറിയാം. സാധാരണ മനുഷ്യർ പറയും അത് നോക്കിയിട്ട് അതനുസരിച്ചാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന വലിയൊരു റലമുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ഫോളൻ ഏഞ്ചൽസ്, ദേ ഹാവ് പവേഴ്സ്. ഒരു മനുഷ്യൻ ഈ ഭൂമി ജനിക്കുമ്പോഴത്തേക്കും അവനെക്കുറിച്ചുള്ള ഡെസ്റ്റിനി, ഈ എർത്തിലെ പവേഴ്സിന് ഇവർക്കത് കാണാം. അവരുടെ ഡെസ്റ്റിനി അല്ല, അതായത് അവർക്ക് ഇത് എങ്ങോട്ട് പോയി, എന്തൊക്കെയാണ് ഇവന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ബ്യൂറോ പോലത്തെ ഒരു സ്പിരിറ്റുവലത്തിലെ സംഭവമാണ്. എന്നാൽ ഈ ഭൂമിയിൽ ഇത്തരത്തിലുള്ള പ്രപഞ്ചശക്തികളെയും ലോകശക്തികളെയും ഈ പറഞ്ഞ സകല ശക്തികളെയും ഇതിന്റെ മുകളിൽ ഉള്ളൊരു ജീവിതത്തിന്റെ ഒരു ഓപ്പണിംഗ് ആണ് പുതിയ നിയമം തുറന്നിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ ഇത് ഇവിടെ ക്രിസ്ത്യാനി എന്നോ മതക്കാരനെന്നോ സഭയെന്നോ മേന്മ എടുക്കാൻ പറ്റത്തില്ല. ഇത് ആത്മാവിന്റെ അഭിഷേകത്തിലുള്ള ഒരു റലത്തിനകത്തോട്ട് ഒരു വ്യക്തിയെ ദൈവം കയറ്റുവാണ് ആത്മാവിന്റെ ശക്തിയിൽ. അവിടെ ആ വ്യക്തി എന്നുള്ള ഈ ഭൂമിയിലെ ഐഡന്റിറ്റി ഇല്ല. അവിടെ ക്രിസ്തു എന്ന ഐഡന്റിറ്റിയിലാണ് ആള് കയറുന്നത്. അതുകൊണ്ടാണ് ഈ ബാപ്റ്റിസത്തില് യേശുവിന്റെ മരണം, യേശുവിന്റെ അടക്കം, യേശുവിന്റെ ഉത്ഥാനം, ഇത് 3ഉമായിട്ട് സ്നാനം കണക്റ്റഡ് ആയേക്കുന്നത്. അപ്പോൾ ബാപ്റ്റിസം സ്വീകരിച്ച ആദിമസഭയിലുള്ള പൗലോസാകട്ടെ, പത്രോസ്ലീഗയാകട്ടെ, ഇവരെല്ലാവരും യേശുക്രിസ്തുവിന്റെ മരണത്തിലേക്ക് അവരെ തന്നെ സമർപ്പിക്കണം. പിന്നെ അവിടെ സാവൂളെന്ന ഐഡന്റിറ്റി ഇല്ല, പത്രോസ് എന്ന ഐഡന്റിറ്റി ഇല്ല. അവര് മരിച്ചു, അവര് അടക്കപ്പെട്ടു. ആത്മാവിന്റെ അഭിഷേകത്തിൽ പിന്നെ ക്രിസ്തുവാണ് പുറത്തോട്ട് വരുന്നത്. ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ അനോയിറ്റിങ്ങും അഭിഷേകത്തിലും
ഒരു മനുഷ്യൻ ആത്മാവിൽ ജീവിക്കുമ്പോൾ അവനെ ഈ ഭൂമിയിലെ ഈ നിയന്ത്രിക്കുന്ന ശക്തികൾക്ക് അവർക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നതിനും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനും ഒക്കെയുള്ള പരിധികളുണ്ട്. പക്ഷേ നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ച് നമുക്ക് കിട്ടുന്നതിന്റെ ഈ ശരീരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും, അതുകൊണ്ട് പൗലോസ് പറഞ്ഞ പഴയ മനുഷ്യന്റെ ആ ഒരു ക്ലച്ചസ്, അവനിങ്ങനെ നമ്മളെ ഇങ്ങനെ തിരികെ മടക്കിക്കൊണ്ട് പോകാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കും. പക്ഷെ അവിടെ നമ്മൾ വിശ്വസിക്കണം, യേശുക്രിസ്തു ഞാൻ മരിച്ചടക്കപ്പെട്ട് ഇന്ന് പുതിയൊരു സൃഷ്ടിയായി തീർന്നിരിക്കുന്ന, ഉദ്ധാനം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. ഇനി എന്റെ ജീവിതം എന്നുള്ളത് പരിശുദ്ധാത്മാ അഭിഷേകത്തിൽ എന്റെ ഉള്ളിലെ നിന്റെ ഉള്ളിലെ ക്രിസ്തു വളരുവാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. ക്രിസ്തു വളരുക ഏത് സാഹചര്യത്തിലും, എല്ലാ ജീവിത സാഹചര്യങ്ങളും ക്രിസ്തു വളരുന്നതിന് കാരണമാക്കി തീർക്കുക. അങ്ങനെയാണ് പൗലോസ് പിന്നീട് നമ്മളെ പഠിപ്പിക്കുന്നത്. എഫേസോസ് ലേഖനം 4-ാം അധ്യായം. ഇത് സ്ട്രൈറ്റ് ഫോർവേഡ് ക്രിസ്ത്യൻ മെസ്സേജ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് ഏറ്റുമാനൂരിൽ നിന്ന് കോട്ടയത്തിന് പോകാൻ 10-15 മിനിറ്റേ ഉള്ളൂ. അത് പക്ഷേ വേണമെങ്കിൽ എറണാകുളം കൂടി, ആലപ്പുഴ കൂടി, ചങ്ങനാശ്ശേരി കൂടി 3-4 മണിക്കൂർ കൊണ്ട് എത്താം. അങ്ങനെ ഒരു സംഭവം അപ്പസ്തലന്മാർക്കില്ല. Everything, when God releases the message, it's straightforward. It hits your spirit, soul and body. അത് നിങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ ദൈവം അത് കൺവേ ചെയ്യുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. എഫേസോസ് ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, ഹല്ലേലൂയ, 24-ാം വാക്യം, 4-ാം അധ്യായം 24-ാം വാക്യം. യഥാർത്ഥ വിശുദ്ധിയിൽ 22, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. 2 മനുഷ്യന്റെ കാര്യം ഇവിടെ അപ്പസ്തലൻ പഠിപ്പിക്കുക. പഴയ മനുഷ്യനുണ്ട്, പുതിയ മനുഷ്യനുണ്ട്. പുതിയ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കും. അപ്പോൾ ആ പഴയ മനുഷ്യനിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോഴാണ് അവൻ ഈ ഫോളൻ ഏഞ്ചൽസിന്റെ ശക്തിയിൽ മറ്റ് പല ഇൻഫ്ലുവൻസിലും അവരുടെ ഇതിലും മുമ്പോട്ട് പോകുന്നത്. എന്നാൽ പുതിയ മനുഷ്യനെ ധരിക്കുമ്പോൾ പുതിയ മനുഷ്യനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ നമ്മുടെ സ്പിരിറ്റ്, നമ്മളുടെ ആത്മാവ്, നമ്മളുടെ സ്പിരിറ്റ് റലം അത് കർത്താവ് വീണ്ടെടുത്തു. നമ്മൾ ഇനി നവീകരിക്കപ്പെടേണ്ട ഒരു തലം ഏതാ? മനസ്സിന്റെ തലമാണ്. പിന്നെ നമുക്ക് ശരീരമുണ്ട്. അപ്പൊ ഈ 3 തലങ്ങളുടെ വിടുതലുകൾ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ആത്മാവിന്റെ വിടുതൽ, മനസ്സിന്റെ വിടുതൽ, ശരീരത്തിന്റെ വിടുതൽ. ഇപ്പോൾ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മനസ്സിന്റെ തലത്തിലുള്ള വിടുതലാണ്. ആ സ്ഥലത്താണ് പിശാചിന്റെ ഈ വാർഫെയറും കാര്യങ്ങളും എല്ലാം. ഇപ്പൊ മനുഷ്യൻ പോയി, ഇപ്പൊ ഇന്നാളെ ഒരു ചേട്ടൻ പറഞ്ഞു, ആ ചേട്ടനെ പറഞ്ഞു പെട്ടെന്ന് കാര്യം നടക്കണം. അവിടെ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ദുഷ്ടശക്തികളെ സേവിക്കുക, ചാത്തൻ പൂജ, ചാത്തൻ സേവ, എല്ലാവരും അതിന് പ്രൊമോഷനാണ്, അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പം ഇതെല്ലാം ഇപ്പൊ കേരളത്തിലാണെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് യക്ഷികള് അങ്ങനത്തെ വാമ്പയറുകള്, ഈ പറഞ്ഞ ചാത്തന്മാര്, ഇതൊക്കെ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം കർത്താവിനുള്ള വിശ്വാസം, അന്ന് നമ്മൾ ഇന്റർനെറ്റോ ഇതൊന്നും ഇല്ലായിരുന്ന കാലത്ത് യേശുക്രിസ്തുവിനുള്ള വിശ്വാസം, പരിശുദ്ധാത്മ അഭിഷേകത്തിലുള്ള ശുശ്രൂഷകൾ നടന്ന് അനേകർ ആ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം റിട്ടേൺ അടിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഈ മനുഷ്യര് ഇതിന് അടിമപ്പെട്ട് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് അവർക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. വേൾഡ് വൈഡ് ആയിട്ട് ദുഷ്ടശക്തികൾക്ക് മനുഷ്യനെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. ബട്ട് ഒരു സമയം കഴിയുമ്പോൾ ഈ ശക്തികൾ ഡിമാൻഡ് ചെയ്യും എനർജി. കാരണം അത് സർവൈവ് ചെയ്യുന്നത് ഈ ദൈവം തന്റെ ചായലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ പോയി അതിനെ പോയി വർഷിപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് ബിൽഡ് ചെയ്യുവാണ്. അതിന്റെ ഒരു എംപയർ ഇങ്ങനെ ബിൽഡ് ചെയ്യുക, മാക്സിമം ആൾക്കാരെ അട്രാക്ട് ചെയ്ത് അതൊരു അധിപതിയായ അല്ല അധിപനായിട്ട് അതിങ്ങനെ വാഴുവാണ്. അപ്പോൾ ആ വാഴ്ചകളെ, ആ അധികാരങ്ങളെ, അതുകൊണ്ടാണ് ബൈബിളിൽ ആ വാക്കുകൾ പറയുന്നത്. വാഴ്ചകൾ, അധികാരങ്ങൾ, പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് ദ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ്. ഇതുണ്ട്. ഇത് ആ വാഴ്ചകളും ഉണ്ട്, അധികാരങ്ങളും ഉണ്ട്. എന്നാൽ ഈ വാഴ്ചകൾ എവിടെയാണ് വാഴുന്നതെന്നറിയോ? ഈ വാഴ്ചകൾ വാഴുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പൂർത്തീകരിച്ച പ്രവൃത്തി എന്താണെന്ന് ആ സ്പിരിറ്റ് തലത്തിൽ റിലീസ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യരുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ അതായത് ഒരു വ്യക്തി വിശ്വസിക്കുകയും അത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങൾ ഇന്നത് കേട്ടോണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കണം, എന്റെ യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. കൊളോസോസ് 2:14-15 വാഴ്ചകളെ, അധികാരങ്ങളെ യേശു ക്രൂശിൽ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി. അതിലൂടെ യേശു എന്നെ വീണ്ടെടുത്തു, സ്വന്തം രക്തം കൊടുത്ത് എന്നെ വീണ്ടെടുത്തു.
പാപം അറിയാത്തവൻ എനിക്ക് വേണ്ടി പാപമായി തീർന്നു, ഞാൻ ദൈവത്തിന്റെ നീതിയായി തീരുന്നതിന് വേണ്ടി. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ്, എൻ്റെ യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കും. കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിൽ ഭയങ്കര പൈശാചിക അസ്വസ്ഥതയാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മോൾക്ക് ദുഷ്ടശക്തി ഇങ്ങനെ ദേഹത്ത് കയറിയിട്ട് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചെറിയുന്നു, എറിഞ്ഞു പൊട്ടിക്കുന്നു, ഭയങ്കര പ്രശ്നമാണ്. ഇവരുടെ വീടിനടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ദുഷ്ടശക്തികളെ പൂജിക്കുന്ന ചില വ്യക്തികളൊക്കെ വന്ന്, അപ്പം അവരൊക്കെ അവിടെ നിന്ന് പോയി. ഇപ്പം അവിടെ ആൾക്ക് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഒരു ചില സമയങ്ങളിൽ ഭയങ്കര പ്രശ്നമാണ്. ചില ദിവസങ്ങളിലൊക്കെ വീട്ടിൽ എന്തോ ഒന്ന് കയറി ഇറങ്ങി പോകുന്ന പോലത്തെയൊക്കെ ഫീലിംഗ് ഉണ്ടാകുന്നു. അപ്പം അതിന് റൂട്ട് എന്താ, കോസ് എന്താ, ഭയങ്കര വിഷമത്തിലാണ് ഫാമിലി, തകർന്നിരിക്കുന്ന അവസ്ഥ. അപ്പം പ്രാർത്ഥിക്കുന്ന സമയം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ബഹളം വെച്ച് പ്രാർത്ഥിക്കൊന്നും വേണ്ട, കൈകൊട്ടി പാട്ടുപാടുമൊന്നും വേണ്ട, നിങ്ങൾ സിമ്പിളായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞ്, എൻ്റെ യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. ഇതൊന്ന് പറയാൻ പറഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് ഇത് പറയാൻ നാക്ക് കിടന്ന് കുഴയുന്നു, ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ വീണ്ടും പറഞ്ഞു, എൻ്റെ യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിമ്പിളായിട്ട് ഇതൊന്നും പറയാൻ പറ്റുന്നില്ല. ടെറ്റലസ്റ്റായി അവൻ സകലതും പൂർത്തീകരിച്ചു. ദുഷ്ടശക്തികളുടെ മേൽ ക്രൂശിൽ യേശു വിജയം നടത്തി. ഹല്ലേലൂയ എന്ന് വിളിച്ചുകൊണ്ട് കൈയടിക്കണം, ഒന്നും ചെയ്യണ്ട, സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. ഇത് പറയാൻ പറ്റുന്നില്ല. അവസാനം ആ അമ്മ പയ്യെ ഞാൻ പറയാം, അമ്മേ ബഹളം വെക്കാതെ എന്നോട് ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സെക്കൻഡിൽ ഈ കൊച്ചിന് സൗഖ്യം കിട്ടി. അതിന് അസ്വസ്ഥത മാറി. ആ സെക്കൻഡ് അസ്വസ്ഥത മാറി. ഹല്ലേലൂയ. ഇറ്റ് ഈസ് വെരി പവർഫുൾ ദാൻ യു തിങ്ക്. ഇറ്റ്സ് വെരി പവർഫുൾ. അപ്പം ആൾക്കാരോട് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ പറയും, ഇപ്പം നിങ്ങളൊരു 10 കിലോമീറ്റർ ഓടി അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വസിക്കാം. കാരണം അങ്ങനെ ഒരു സംഭവമാണ് ഈ ഫോളൻ ഏഞ്ചൽസ് ഭൂമി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അവന്മാരുടെ ഒരു റല അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പ്രവൃത്തിയില്ല. ഇന്ന് പ്രവർത്തിച്ചാൽ ഇന്നത് കിട്ടും. എന്നാൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ നീ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നിനക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും. എന്നാൽ ആ ശക്തിയെ അനുഭവിച്ചൊരു വ്യക്തിക്ക് പിന്നെ തീരുമാനിക്കാം, ദുഷ്ടശക്തിക്ക് വിധേയപ്പെടണോ, ആത്മാവിന്റെ ശക്തിയിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറഞ്ഞ് വിശുദ്ധിയിൽ ജീവിച്ച് കർത്താവിന്റെ ആത്മാവിൽ വളർന്നു വന്ന് ഓരോ ദിവസവും ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടണം. അതൊരു ചോയ്സാണ്. എവ്രി സിംഗിൾ ഡേ ഈസ് എ ചോയ്സ്. ആ ചോയ്സിൽ മുൻപോട്ട് പോകാം. ആ ചോയ്സിൽ മുൻപോട്ട് പോയി കഴിയുമ്പോൾ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. ഒന്ന്, നിങ്ങൾ ഈ ലോകത്തെ വിജയിക്കും. രണ്ടാമത് 1 യോഹന്നാൻ 4:5-4 രണ്ടാമത് നിങ്ങൾ നിങ്ങളുടെ ജഡത്തെ വിജയിക്കും. മൂന്നാമത് നിങ്ങൾ സാത്താനെ മറികടക്കും. ഇത് 3 നിങ്ങളല്ല, നിങ്ങളോടൊപ്പം യേശു ഇരുന്ന് നിങ്ങളെ മറികടക്കുവാൻ സഹായിക്കും. അപ്പം ചിലവർക്ക് ഇത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നത്, എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള കാര്യം കേൾക്കാൻ ഇഷ്ടം. പക്ഷേ ഉണ്ടല്ലോ, ഒരു സത്യം പറഞ്ഞോട്ടെ, ഈ 3 തരങ്ങളെ മറികടക്കാതെ ഈ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനും സ്വർഗത്തിൽ കയറണമെങ്കിൽ ഈ 3 തരങ്ങളെ യേശുക്രിസ്തുവിലൂടെ മറികടക്കണം. ഇതൊരു മതമല്ല, ഇത് മറികടന്ന് നിനക്ക് കയറാൻ പറ്റും. ഇത് യേശുക്രിസ്തുവിലൂടെ നീ മറികടന്ന് ഇതിനേക്ക് സാത്താനെ മറികടക്കും, ലോകത്തെ മറികടക്കും, നിന്റെ സ്വയം ജഡം എന്നുള്ള ഐഡന്റിറ്റിയെ നീ മറികടക്കും. ഈ 3 തലങ്ങളെയും യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെ യേശുവിൽ നീ മറികടക്കുക. യേശുക്രിസ്തുവിൽ നീ മറികടക്കുക. അങ്ങനെയാണ് ബൈബിൾ നമ്മൾ അവസാനം യേശുക്രിസ്തുവിലൂടെ അവന്റെ തിരുരക്തത്തിന്റെ ശക്തിയിലൂടെ സാത്താന്റെ മേൽ അവർ വിജയം നേടി. വെളിപാട് പുസ്തകം നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. 1 യോഹന്നാൻ 5:4 നമ്മൾ കാണുന്നു, യേശുക്രിസ്തു ദൈവപുത്രനെ വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ഈ ലോകത്തെ കീഴടക്കുന്നത്. അപ്പൊ ഈ ലോകത്തെ കീഴടക്കുവാൻ നമ്മുടെ വിശ്വാസത്തിലൂടെ, യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിലൂടെ ഈ ലോകത്തെ മറികടക്കുവാനുള്ള ആ ശക്തി നമുക്ക് കിട്ടുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു വലിയ ബില്യണർ മലയാളി മരിച്ചുപോയി അല്ലേ. അപ്പൊ ആ മനുഷ്യൻ മരിച്ചുപോയ സമയത്ത് വാട്ട് ഹീ ഈസ് ടേക്കിംഗ്, പുള്ളിക്ക് ഒരുപാട് വാഹനങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ പുള്ളി ഓവർകം ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? യെസ്, ഹി അച്ചീവ്ഡ് എ ലോട്ട് ഇൻ ദിസ് പ്ലാനറ്റ്. ഈ പ്ലാനറ്റിൽ വന്ന് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു. പക്ഷെ നമ്മുടെ ഈ ഏക്കർ കണക്കിന് പറമ്പുകളോ വസ്തുവകകളോ ഈ കാര്യങ്ങളോ ഒന്നും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ വിജയിക്കേണ്ട ഏറ്റവും വലിയ 3 കാര്യങ്ങൾ: ലോകം, പിശാച്, സ്വന്തം ജഡം. അതുപോലെ തന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്, ഞാൻ ഈ പ്രായം ചെന്ന ആൾക്കാരെയൊക്കെ കോവിഡ് നമ്മൾ ഒത്തിരി അങ്ങനെ ശുശ്രൂഷിക്കുന്ന ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ സമയങ്ങളിൽ കെയർ ഹോമുകളൊക്കെ വർക്ക് ചെയ്ത സമയങ്ങളിൽ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എത്ര വലിയ ബില്യണർ ആണെങ്കിലും അവൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ അവൻ
ഒരു മനുഷ്യൻ ഒരു ജാതിയിലും മതത്തിലും പെട്ടവൻ അവൻ ഉദ്ദേശിച്ച പോലെ ഒന്നും എല്ലാ കാര്യങ്ങളും നടന്നിട്ടില്ല. ഏത് ദൈവരൂപത്തിൽ ഏത് വിശ്വാസ സംഹിതയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്ന വിശ്വാസമാണ് കറക്റ്റ് എന്ന് വാദിച്ചാലൊക്കെ ഒരു മനുഷ്യനും അവൻ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം ഈ ശക്തി ചെയ്തു, അത് ദുഷ്ടശക്തി അങ്ങനെ ആ രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചെല്ലാം ഞാൻ ഉദ്ദേശിച്ച പോലെ എല്ലാം ഓക്കെ ആയിട്ട് നടന്ന് എന്ന് പറഞ്ഞ് ഇന്ന് അവർ ഒരു മനുഷ്യനെ കണ്ടുപിട്ടിട്ടില്ല. ദൈവം നമ്മളെ വഴി നടത്തും, നമ്മളെ സഹായിക്കും. എന്നാൽ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള അൾട്ടിമേറ്റ് പദ്ധതിയുണ്ട്, അതിലേക്കാണ് ദൈവം നിന്നെ വഴി നടത്തുന്നത്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, അറ്റ് ദി എൻഡ് ഓഫ് യുവർ ലൈഫ്, ഈ മനുഷ്യരോട് ചോദിക്കുമ്പോൾ അവർ പറയും 3 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് അവരോട് തന്നെ ഫൊർഗീവ് ചെയ്യാൻ പറ്റും. ചിലരോട് ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത്, അവരെ ദ്രോഹിച്ചവരോട് ഫൊർഗീവ് ചെയ്യാൻ പറ്റും. മൂന്നാമത്, ദൈവത്തോട് ഫൊർഗീവ് ചെയ്യാൻ പറ്റും. കാരണം ഈ കോണ്ടെക്സ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ആരാ? ദൈവമാണ്. പലപ്പോഴും നമ്മൾ പറയും, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന കാര്യം മാത്രം പറയും. നമ്മളോട് തന്നെ ക്ഷമിക്കണം. നമ്മുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്കുകൾ, കാര്യങ്ങൾ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമുണ്ടായ കാര്യങ്ങൾ നമ്മളോട് തന്നെ ക്ഷമിക്കുക. ദൈവം നമ്മളോട് ക്ഷമിക്കുന്നു. അതോടൊപ്പം തന്നെ കൊളോസ്യസിലെ 3-ാം അധ്യായത്തിലെ പൗലോസ് ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത്, അതോടൊപ്പം തന്നെ നമ്മൾ ദൈവത്തോട് ക്ഷമിക്കുക. കർത്താവ് കാൽവരി മലമുകളിൽ കിടക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുക, പിതാവേ നീ എന്തിനാ എന്നെ കൈവിടുന്നത്? പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. അവിടെ ഈ 3 തലങ്ങളെ കർത്താവ് കാണിക്കുവാണ്. ഈ 3 തലങ്ങളുമാണ് ഏറ്റവും വലിയ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളോട് ഫൊർഗീവ് ചെയ്യുന്നു. നമ്മൾ ഈ ഭൂമിയിൽ നമ്മളെ ഈ രൂപത്തിലും ഭാവത്തിലും റിലീസ് ചെയ്ത ദൈവത്തോട് പറയുക, ഐ നോ ദർ ഇസ് എ റീസൺ, ഐ ലവ് യു ഗോഡ്. പീഡിപ്പിക്കുന്ന മനുഷ്യരോട് ഫൊർഗീവ്, പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. ഭയങ്കര ഡീപ്പ് ഒരു സംഭവമാണ്. അവിടെ ഒരു ആത്മാവ് റിലീസ് ചെയ്യുവാണ്. അവന് ആത്മാവ് മോക്ഷത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കുവാണ്. ഈ 3 തലങ്ങളും ഡിസ്കവർ ചെയ്ത് കിട്ടിയവൻ അവൻ ഈ ഭൂമിയിൽ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ്, ഏറ്റവും ഡീപ്ലി ബ്ലസ്ഡ് ആയ വ്യക്തിയാണ്. നിങ്ങളത് ഡിസ്കവർ ചെയ്തിരിക്കുന്ന വ്യക്തിയെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ഫൊർഗീവ്നെസിന്റെ ഈ ഒരു തലമാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവിടെയാണ് ഏറ്റവും വലിയ സംഭവം. ഇതിനകത്താണ് മുഴുവൻ മിസ്റ്ററി ഒളിഞ്ഞിരിക്കുന്നത്. ഫൊർഗീവ് യുവർ സെൽഫ്, ഫൊർഗീവ് അതേഴ്സ്, ഫൊർഗീവ് ദ ക്രിയേറ്റർ ഹിംസെൽഫ്. അപ്പം അവിടെ നമ്മൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ആത്മാവിൻ്റെ ആ വലിയ യൂണിറ്റിക്കകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ അതാണ് ക്രോസിനകത്ത് കാണുന്നത്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് യേശു പറയുന്ന ആ മൊമെന്റിൽ ഈ തലങ്ങളെല്ലാം അവിടെ വെളിപ്പെടുകയാണ്. ഇതിനകത്ത് കൂടെ എല്ലാ ഹ്യൂമൻ ബീങ്ങും കടന്നു പോകും. ഞാൻ ക്രിസ്ത്യാനിയായ മാത്രമേ കടന്നു പോകുന്നത്, അതൊക്കെ നഴ്സറി സ്കൂളിന്റെ തലങ്ങളാണ്, ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം എന്നുള്ള. ഇതിന്റെ ഡീപ്പർ ലെവലിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യനും ക്രൈസ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഭയങ്കരമാണ്, അത് ഭയങ്കര ഡീപ്പ് സംഭവമാണ്. അതുകൊണ്ടാണ് പൗലോസിനെ പഠിപ്പിക്കുന്നത് എല്ലാത്തിലും ക്രിസ്തുവുണ്ട്. എല്ലാത്തിലും ക്രിസ്തുവുണ്ട്. അപ്പൊ ക്രിസ്തുവിന്റെ കുരിശിലെ ആ ഒരു പീഡാസഹനത്തിന്റെ അനുഭവത്തിലൂടെയൊക്കെ ചിലപ്പം ക്രിസ്തുവിനെ എതിർക്കുന്ന വ്യക്തി ഒരു ഹൈന്ദവൻ ഞാൻ പറയുന്നില്ല കേട്ടോ, സോറി, എന്റെ വന്ന ഒരു വാക്കുപിഴയാണ്, വിഷമിക്കുന്നത്. ഏത് വിശ്വാസത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഏത് ക്രിസ്ത്യാനി അല്ലാത്തൊരു വ്യക്തിയാകട്ടെ, പക്ഷെ ആ വ്യക്തി ചിലപ്പോൾ അതിൽ കൂടുതൽ ക്രിസ്തുവിന്റെ ആ താതാത്മ്യപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. അവിടെയൊക്കെ കർത്താവ് തന്നെ ആ വ്യക്തിക്ക് തുണയായിട്ട് വന്ന് നിൽക്കുകയാണ്. കർത്താവിന്റെ സ്നേഹം ആ വ്യക്തിക്ക് തുണയായിട്ട് വന്ന് നിൽക്കുകയാണ്. നമ്മൾ തിരിച്ചറിയണം, എല്ലാറ്റിനും ഉപരിയായിട്ട് ഇതിനെല്ലാം കൂട്ടിയിണക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. നമ്മളെ പിടിച്ചു നിർത്തുവാൻ, നമ്മളെ മുൻപോട്ട് നയിക്കുന്ന ആ ഒരു ശക്തി എന്നുള്ളത് സ്നേഹമാണ്. അതുകൊണ്ടാണ് പൗലോസ് പഠിപ്പിക്കാൻ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അത് 3 നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹം അത്രേ സർവോത്കൃഷ്ടം. എല്ലാം വിശ്വാസം നിലനിൽക്കും, പ്രത്യാശ നിലനിൽക്കും. എന്നാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഏറ്റവും അധികം നിലനിൽക്കുന്നത് എന്താ? ഏറ്റവും ഉപരിയായിട്ട് നിലനിൽക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ആ വചനം നമുക്കൊന്ന് വായിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് വലിയ വിടുതൽ, ദൈവസ്നേഹം നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്ന നിമിഷങ്ങളിൽ വലിയ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ സ്വർഗം അയക്കുകയാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായം. അതിന്റെ 13-ാം അധ്യായം മുഴുവനും പൗലോസ് പറയുന്നത് എന്താ? ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. അപ്പം ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ ഈ ഏറ്റവും ഡീപ്പ് ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ ഫൊർഗീവ്നെസ്സും സ്നേഹവുമാണ്. അവസാനം പൗലോസ് അതിന്റെ അവസാനം പറയുവാണ്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. സ്നേഹമാണ് ഫൗണ്ടേഷൻ. അപ്പൊ സ്നേഹത്തിൽ ഒരുമിക്കുകയാണ്. സ്നേഹം നമ്മളെ ഒരുമിപ്പിക്കുകയാണ്. അതാണ് ആത്മാവിന്റെ ഏറ്റവും വലിയ ഡെലിവറൻസ്, മോക്ഷം കിട്ടുന്ന സമയം അവിടെയാണ്, സ്നേഹത്തിനകത്ത്. God loves me in the midst of all these things. ഇതിന്റെ എല്ലാം നടുവിൽ ദൈവം എന്നെ
വ്യക്തിപരമായി സ്നേഹിക്കുന്നു. പൗലോസ്ലീഹ എക്സ്ട്രീംലി റിജക്ഷനിലൂടെ കടന്നു. എല്ലാവരും റിജക്ട് ചെയ്തു പൗലോസ്ലീഹനെ. ഒരുപാട് പേര് പൗലോസ് അപ്പോസ്തലൻ യേശുവിൽ വിശ്വസിക്കുന്നതിന് റിജക്റ്റഡായി. ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയി. ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ നടുവിൽ പൗലോസ്ലീഹ ഡിസ്കവർ ചെയ്തെടുക്കുവാണ്, യേശു ക്രിസ്തു എന്നെ വ്യക്തിപരമായി സ്നേഹിക്കും. അപ്പൊ ആളുടെ അടിസ്ഥാനം എന്നുള്ളത്, ഇന്നിപ്പം ഭൂമിയിലെ മനുഷ്യൻ പറയും, ചിലർ മതത്തിലുള്ളവർ പറയും, ഞാൻ ഇന്ന സെമിനാരിൽ പഠിച്ചു, ഇന്ന ബൈബിൾ കോളേജിൽ പഠിച്ചു, എനിക്ക് ഇന്ന PhD ഉണ്ട്, എനിക്ക് ഇന്ന തിയോളജി ഉണ്ട്. അതൊക്കെ ഫ്ലഷാണ്. ഇതെല്ലാം ഫ്ലഷിന്റെ മേന്മയാണ് പറയുന്നത്. ഈ ഫ്ലഷ് അവിടെ നിലനിൽക്കുന്ന ഈ മേന്മ പറയുന്ന സ്ഥലത്ത് ക്രിസ്തുവിന്റെ ആത്മാവിനും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കോട്ടയത്തൊക്കെ എനിക്ക് അറിയാവുന്ന, അവരൊക്കെ മരിച്ചുപോയി കേട്ടോ, കുറെ അപ്പച്ചന്മാരുണ്ടായിരുന്നു. കത്തോലിക്കരും CSI യാക്കോബയിലൊക്കെ ഉള്ളവരാണ്. അവര് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചു, എൻ്റെ +2 ആ ടൈമിലൊക്കെ സമയത്ത് എനിക്ക് കുറേ കൂട്ടുകാരുണ്ട് പന്നിമറ്റം, പാത്തിൽ ഭാഗത്തൊക്കെ. അവിടെയൊക്കെ ഞങ്ങളിങ്ങനെ വീക്കെൻഡുകളിൽ ഒരുമിച്ച് ചില പ്രാർത്ഥനയ്ക്ക്, അതായത് എക്യുമെനിക്കലാണ്, എല്ലാ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവർ ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനകളൊക്കെ. അപ്പം അത് ഈ അപ്പച്ചന്മാരായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അവര് ഉപവാസം, അങ്ങനെയാണ് ഈ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ കേൾക്കും. 30 ദിവസം 40 ദിവസം ഒക്കെ ഉപവസിക്കും. 40 ദിവസമൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഇവരൊക്കെ 3 മണിക്ക് രാത്രി എഴുന്നേറ്റിരുന്ന് അങ്ങ് പ്രാർത്ഥന തുടങ്ങും. 3 മണിക്ക് പ്രാർത്ഥന തുടങ്ങി ഒരു 7-7:30 മണി വരെ ഇവരങ്ങ് പ്രാർത്ഥിക്കും. അപ്പം ഇന്ന് കേരളത്തിന്റെ ഒരു ഐശ്വര്യം ഈ ആത്മാവിന്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിച്ച് ഈ സാധാരണക്കാരായിരുന്നു. അപ്പം ഈ കാലഘട്ടത്തിൽ പ്രശ്നങ്ങളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. നമുക്ക് ഈ മതത്തിന്റെ ഷെല്ലുണ്ട്, പക്ഷെ ആത്മാവിന്റെ ശക്തി പോയി കഴിഞ്ഞാലാണ് ഈ സംഭവങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ ഈ പറയുന്ന പേരുകളോ ആൾക്കാരോ ഒന്നും മനുഷ്യരെ എല്ലാവരും അറിയപ്പെടുന്നവരൊന്നുമല്ല. ചിലരൊക്കെ ചില ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ക്രിസ്ത്യാനികളൊന്നും അറിഞ്ഞു പോലുമില്ല അവരൊക്കെ എത്രമാത്രം വലിയ ക്രിസ്ത്യാനിയായിരുന്നു എന്നുള്ള കാര്യം. ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ് ജീവിച്ച കർത്താവിന്റെ അഭിഷിക്തരുണ്ടായിരുന്നു. 40 ദിവസമൊക്കെ അവർ ഉപവസിക്കും, ഭക്ഷണം കഴിക്കാതെ ഉപവസിക്കും. പരിശുദ്ധാത്മ ശക്തിയിൽ അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദേശാധിപതികൾ ഈവിൾ സ്പിരിറ്റ്സിനെ, ആ റലത്തെ മുഴുവൻ ബ്രേക്ക് ചെയ്താണ് പ്രാർത്ഥിക്കും. ദുഷ്ടശക്തികളെ പ്രവർത്തിക്കാൻ പോലും പറ്റും. അവനെയൊക്കെ പേരെടുത്ത് അവർ ബ്രേക്ക് ചെയ്ത് കളയും. ഇതുപോലെയുള്ള ഈ വാമ്പയർ, യക്ഷി, ഭൂതം, ചാതാനിക ശക്തികളെല്ലാം ഒരു വ്യക്തികളുണ്ട്, അവരെല്ലാം വിളിച്ച് ഇറക്കി വിടും. അങ്ങനെയൊക്കെയുള്ള എത്രയോ പേര് കേരളത്തിൽ ഉണ്ടായിരുന്നു. ഞാനൊരു മനുഷ്യൻ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് അവസാന നിമിഷങ്ങൾക്ക് ആ വ്യക്തിയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് ഭാഗ്യം കിട്ടും. ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ച വ്യക്തികൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. അവരൊന്നും അവരുടെ ഐഡന്റിറ്റി, അവരെല്ലാം പൊതുവെ പറഞ്ഞൊരു കാര്യമാണ്, അതായത് അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് ഐഡന്റിറ്റി എന്നുള്ളത് യേശു ക്രിസ്തുവിനുള്ള ഐഡന്റിറ്റിയാണ്. യേശു ക്രിസ്തുവിനുള്ള ഐഡന്റിറ്റി, ആ ഐഡന്റിറ്റിയാണ് അവര് മുറുകെ പിടിച്ചത്. ആ ഐഡന്റിറ്റിയിൽ അവർ അഭിമാനിച്ചു. ആ ഐഡന്റിറ്റിയിൽ മുന്നേറുവാൻ വേണ്ടി അവര് ഉപവാസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവരുടെ ആഗ്രഹം എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടിയല്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിൽ എനിക്ക് നിറയപ്പെടണം, യേശുക്രിസ്തുവിന്റെ നിറവിൽ എനിക്ക് മുന്നേറണം. യേശു പറഞ്ഞു, യേശു ചെയ്തതിലും അധികമായി നിങ്ങൾ ചെയ്യും. എന്നോടൊരു അപ്പച്ചൻ കൊണ്ട് പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം, യേശുവിനെ വാക്കിയില്ലേ, യേശു പറഞ്ഞില്ലേ, ഞാൻ ചെയ്തതിൽ അധികമായി നിങ്ങൾ ചെയ്യും, അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണം. അപ്പൊ യേശുക്രിസ്തുവിനുള്ള ഈ സിംപ്ലിസിറ്റിയിൽ നിന്ന് ഒരു മനുഷ്യൻ അകന്നു മാറി കഴിയുമ്പോഴാണ് ഇറ്റ് റിപ്ലേസസ് വിത്ത് ഡെവിൾ റിപ്ലേസസ് ഇറ്റ് വിത്ത് എ റിലീജിയസ് സ്പിരിറ്റ്. അത് അങ്ങനെ ഒരു സ്പിരിറ്റ് ഉണ്ട്, റിലീജിയൻ, മതത്തിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്. അത് യേശുക്രിസ്തുവിന്റെ ആത്മാവിൽ നിന്ന് ഒരു മനുഷ്യൻ മാറിക്കഴിയുമ്പോഴത്തേക്കും, പരിശുദ്ധാത്മാവിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ റിപ്ലേസസ് വിത്ത് എ ഫെമിലിയർ റിലീജിയസ് സ്പിരിറ്റ്. അത് ഡെവിൾ തന്നെ, പിശാച്ച് തന്നെ, അതായത് ബൈബിൾ പറയുന്ന പിശാച്ച്, ലൂസിഫർ, പിശാച്ച് തന്നെ റിപ്ലേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫോളൻ ഏഞ്ചൽസ്, സ്പിരിറ്റ്സ് പലതുണ്ട്. അത് പല റലത്തിൽ പല രീതിയിൽ അവന്മാർ ഡോമിനേറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ഇതിന് തുടക്കം മുതൽ കേട്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലായല്ലോ. എന്നാൽ ഡെവിളിന്റെ ഒരു പരിപാടിയാണ്, ഡെവിൾ റിലീജിയസ് സ്പിരിറ്റിനെ, ഒരു ഫെമിലിയർ സ്പിരിറ്റിനെ അങ്ങ് മനുഷ്യനിൽ അങ്ങ് പ്രൊസസ് ചെയ്യിപ്പിക്കും. അതിന്റെ പ്രത്യേകത എന്താ? ഞാൻ മതത്തിന്റെ ഭാഗമാണ്, പക്ഷെ ദൈവവുമായിട്ടുള്ള കണക്ഷൻ അല്ല. ഭയങ്കരമായിട്ടൊരു മതതീഷ്ണതയെ അങ്ങ് അകത്തോട്ട് കയറിയിട്ട് മനുഷ്യന്മാര് തമ്മിൽ വെറുപ്പ്, വേറെ ഒരാളെ കാണുമ്പോൾ ഭയങ്കര വെറുപ്പം കൂടുതലോട്ടുണ്ടാവുകയാണ്. അവൻ വേറൊരു മതമാണ്. സത്യം പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ്. എല്ലാവരും ഇപ്പൊ ഇന്ത്യയിലുള്ളവരാണ്, എല്ലാവരും ഇന്ത്യക്കാരാണ്. ദാറ്റ്സ് നത്തിങ്. ഇന്ത്യൻ പാസ്പോർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് മതമൊന്നുമില്ല, ഒരു സംഭവമില്ല. ഒരാൾ ഇന്ത്യൻ ജനിച്ചു, ഇന്ത്യൻ സിറ്റിസൺ, എൻഡ് ഓഫ് ദ ദാറ്റ്സ് ഇറ്റ്, വേറെ ഒന്നുമില്ല. പക്ഷെ ഞാൻ ഇന്ന മതമാണ്, നീ എന്തിന്റെ പേരിൽ, അയാൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഫോർമാറ്റിന്റെ പേരിൽ. അപ്പൊ അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് എ സ്ട്രോങ് ഡീമോണിക് സ്പിരിറ്റ്, വലിയൊരു പൈശാചിക സ്പിരിറ്റാണ്, ദുഷ്ടശക്തിയാണ് അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് കയറിയിരിക്കുന്നത് ഒരു ഹിന്ദുക്കളുടെ ഭാഷ പറഞ്ഞാൽ അസുരന്മാർ അല്ലെങ്കിൽ പൈശാചിക ശക്തിയാണ് അതിനകത്ത് കയറിയിരിക്കുന്നത്. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടശക്തി.
ഒരു ലൂസിഫർ പവർ കയറിയിരുന്ന് അങ്ങ് ബൈൻഡ് ചെയ്തേക്കും. അപ്പം റിലീജിയസ് സ്പിരിറ്റ് കയറി ബൈൻഡ് ചെയ്തു. അപ്പം ഹോളി സ്പിരിറ്റിന് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഹോളി സ്പിരിറ്റ് ഓപ്പറേറ്റ് ചെയ്യാത്ത സമയത്ത് ഇറ്റ്സ് ഈസി ഫോർ ദ ഫെമിലിയർ സ്പിരിറ്റ്സ് ആൻഡ് ദ സ്പിരിറ്റ്സ് ഓപ്പറേറ്റിംഗ് ഇൻ ദ വേൾഡ് ടു ക്രീപ്പ് ഇൻ ടു ദറ്റ് പ്ലേസ്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഈശോയുടെ ആത്മാവ് ഇന്ന് നമ്മളോട് പറയുകയാണ്. ഇപ്പം കുടുംബത്തിൽ ഇതൊക്കെ സംഭവിക്കാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം, എൻ്റെ യേശുവേ. അതുകൊണ്ടാണ് നമ്മൾ ഹംബിൾ ചെയ്യണമെന്ന് അപ്പസ്തലൻ പഠിപ്പിക്കുന്നത്. 1 പത്രോസ് 5-ാം അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കണം. ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കണം. അപ്പം താഴ്മ എന്ന് പറയുന്നത് എന്നതാ? താഴ്മ എന്നതാ? താഴ്മപ്പെടുക, എളിമപ്പെടുക. ഈ ഒരു ബോധ്യമുണ്ടായി നമ്മൾ എളിമപ്പെടുക. അതായത് നമ്മുടെ ജഡം പൊങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡേഞ്ചർ. ക്രിസ്ത്യാനിയാകട്ടെ, പാസ്റ്റർ ആകട്ടെ, വചനപ്രഘോഷകനാകട്ടെ, പള്ളിയിലച്ഛനാകട്ടെ, കരിസ്മാറ്റിക് നവീകരണത്തിന് മുമ്പിൽ നിൽക്കുന്ന ദിവികാരനെ ആരാധന നടത്തുന്ന വ്യക്തിയാകട്ടെ, ജഡം പൊങ്ങിക്കഴിഞ്ഞാൽ ജഡത്തിന്റെ തലം ആത്മാവിന്റെ തലത്തിന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൽ നല്ലപോലെ ദൈവം ഉപയോഗിച്ച വ്യക്തിയായിരിക്കും. പക്ഷെ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് വേറൊരു സംഭവമാണ്. അവനെ നിയന്ത്രിക്കുന്നത് വേറൊരു സംഭവമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്, ഡിസേൺ ദ സ്പിരിറ്റ്സ്. നിങ്ങൾ ആത്മാവിനെ ഡിസേൺ ചെയ്യണം. വചനം കേൾക്കുമ്പോൾ ഡിസേൺ ചെയ്യണം, വാട്ട് ഈസ് മൂവിങ് ഇൻ ദാറ്റ് പേഴ്സൺ. ഇപ്പം നിങ്ങൾ ഇന്ന് ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞിട്ട് ഈ ശുശ്രൂഷ കഴിയുമ്പോഴത്തേക്കും അനീഷ് ബ്രദറെ പ്രസംഗം സൂപ്പറായിരുന്നു കേട്ടോ, എനിക്ക് ബ്രദറെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊന്നും തെറ്റില്ല. ബട്ട് ഇഫ് യു ആർ കമ്മിങ് ടു മീ, എൻ്റെ ശുശ്രൂഷ പരാജയമാണ്. ഒരു പരിധി വരെ അത് വിജയിച്ചിട്ടുള്ളൂ. ഈ ശുശ്രൂഷ കഴിയുമ്പോൾ ഇഫ് യു ആർ കമ്മിങ് ടു ക്രൈസ്റ്റ്, ഇഫ് യു ആർ ഗോയിങ് ടു ക്രൈസ്റ്റ്, എൻ്റെ യേശുവെ നിന്റെ പരിഹാര ബലിയിലൂടെ എന്നെ നീ നീതീകരിച്ചതിനായി നന്ദി എന്ന് പറഞ്ഞ് യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെ നിങ്ങൾ ആഴപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇഫ് മൈ മിനിസ്ട്രി ലെഡ് യു ടു ഫോൾ ഇൻ ലവ് വിത്ത് ജീസസ്, ദിസ് മിനിസ്ട്രി ഈസ് സക്സസ്ഫുൾ. സ്വർഗം പറയാ, ഇന്ന് അനീഷ് കൂട്ടന്റെ ശുശ്രൂഷ സൂപ്പറായിരുന്നു, ഇന്ന് അവൻ പറഞ്ഞ കാര്യം കൊണ്ട് കുറെ ആത്മാക്കൾ യേശുവിലേക്ക് കടന്നു വന്നു. സ്വർഗം സന്തോഷിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. പത്രോസിനെ പഠിപ്പിക്കണം. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം വാക്യം. ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. റിമൈൻഡ് ചെയ്യുവാണ്, ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ മറക്കും. ദൈവം ശ്രദ്ധാലുവാണ്. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ദൈവം എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണോ? ഈ തോട്ട്സ് ഇങ്ങനെ ഉള്ളി വരുമ്പോൾ നമുക്കിങ്ങനെ ഭാരങ്ങൾ വരികയാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവാൻ. നിങ്ങളുടെ ശത്രുവായ പിശാച്ച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ഇങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും വ്യക്തി വന്നിട്ട് പറയും, വേണ്ട അവിടെ ഇനി ഒരാളുണ്ട് കേട്ടോ, ആളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആളൊരു ശക്തിയെ വെച്ചിട്ടുണ്ട്, ആ ശക്തിയെ നീ ഒന്ന് ഉണങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ദുഷ്ടശക്തിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമാണ്, അതിനകത്ത് പോയൊരു കാര്യം ചെയ്താൽ മതി. ഒരു ഈ മൃഗങ്ങളെയൊക്കെ ഭയങ്കര ഹീനമായ കാര്യങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാര്യങ്ങൾ നടക്കും. അപ്പോൾ മനുഷ്യന്മാർക്ക് അയ്യോ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഒരു പരിപാടിയും നടക്കുന്നില്ല, എന്നാൽ പിന്നെ ഈ വഴിക്ക് അങ്ങ് പോയേക്കാം. പ്രൈസ് ദി ലോർഡ്. പോയി കഴിയുമ്പോൾ എന്നാ സംഭവിക്കും? അതൊരു തുടക്കം മാത്രമാണ്. ഈ ഡിമാൻഡ്സ് മോർ. ആദ്യം ഒരു സംഭവമാണെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു മൃഗത്തിൻ്റെ ലെവലെല്ലാം കൂടി വന്ന് പിശാചിൻ്റെ ഡിമാൻഡുകൾ എന്ന് പറഞ്ഞാൽ അവൻ വരുന്നത് നശിപ്പിക്കാനും മോഷ്ടിക്കാനും കൊല്ലാനുമാണ്, നിന്റെ ബെറ്റർമെൻറ്റിനല്ല. പക്ഷേ ഭൂമിയിൽ ഈ ദുഷ്ടശക്തികൾ വന്ന് ആവസിക്കുന്നുണ്ട്. ദേ ഹാവ് പവേഴ്സ്. കാരണം അവർ സ്വർഗത്തിൽ നിന്ന് ബാനിഷ്ഡായി വന്നവന്മാരാണ്. അപ്പം കാര്യങ്ങൾ നടക്കും, മനുഷ്യൻ ഓർക്കും അത് ദൈവമായിരിക്കും. ദൈവം അല്ലല്ല, എല്ലാം ദൈവമൊന്നുമല്ല. എല്ലാ അത്ഭുതങ്ങളും കാണുമ്പോൾ അയ്യോ ദൈവം വർക്ക് ചെയ്തു, ദൈവം. യു ഹാവ് ടു സീ ദർ ഫ്രൂട്ട്സ്. വൃക്ഷത്തെ അല്ലെങ്കിൽ അതിന്റെ ഫലം കൊണ്ടറിയാമെന്ന് യേശു പറഞ്ഞത്. ഞാനിതൊരു പറയുന്ന ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനോട് ഒരു വൈദികനുമായിട്ട് കത്തോലിക്ക സഭയിൽ സംസാരിക്കാൻ അദ്ദേഹം പറയുകയാണ്, ഒരുപാട് അത്ഭുതം നടന്ന ആൾക്കാരുടെ ജീവിതം, ആ അത്ഭുതം നടന്നു കഴിഞ്ഞതിന് ശേഷം 6 മാസം 8 മാസം കഴിഞ്ഞ് എങ്ങനെയാണെന്ന് നോക്കണം. നിങ്ങൾ ഭയങ്കര സീരിയസ് ആയ ഒരു കാര്യം ഞാൻ ഈ പറയും. അത്ഭുതങ്ങളുടെ പുറകെ നമ്മൾ പോകുമ്പോൾ, അമേരിക്കയിൽ ഒരിക്കലും ഒരു വലിയ അത്ഭുതങ്ങളുടെ ഭയങ്കര പരിപാടി നടന്നു. എന്നാ തളർന്ന ആൾക്കാർ എഴുന്നേക്കുന്നു, പരിപാടി ഭയങ്കര സംഭവം. മാതാവ് പ്രത്യക്ഷപ്പെട്ട്, മാതാവാണോ വേറെന്തോ, അത് വിശുദ്ധനാണോ എന്തോ ഒരു സംഭവം, ഞാൻ ഇപ്പോഴും ഓർക്കും. അതിന്റെ പേരിൽ ആ സ്ഥലത്ത്, ആ ലൊക്കേഷനിൽ ഭയങ്കര മിറക്കിളുകൾ നടക്കും. അവസാനം
ചർച്ച് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം ഇൻ കോമൺ സംഭവിക്കുന്നുണ്ട്. എന്നാണെന്നറിയോ? അതായത് യേശു ക്രിസ്തുവിലും യേശുവിന്റെ വചനത്തിലും യേശുവിന്റെ പരിഹാര ബലിയിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് ജനങ്ങൾ പോയി. ഈ സംഭവം കോമൺ, ഇത് നടന്നു. അപ്പോൾ അത് അവിടെയാണ് സസ്പീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ വീണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. വാട്ട് ഹാപ്പൻ ടു ദിസ് പ്ലേസ്? ഈ അത്ഭുതം നടക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ 150 വർഷം മുമ്പ് ദുഷ്ടശക്തികളെ പൂജിച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. ആ ശക്തികളായിരുന്നു, പിന്നീട് ക്രിസ്ത്യാനിറ്റി വന്ന് അതെല്ലാം നീങ്ങി മാറി. പക്ഷെ ആ ശക്തികൾ വീണ്ടും മനുഷ്യരിലെ വിഷൻസായി പല കാര്യങ്ങളായിട്ട് അപ്പിയറായി മനുഷ്യരെ വീണ്ടും ആ ശക്തികളുടെ ഡൊമീനിയനിലേക്ക്, ഒരു ക്രിസ്ത്യൻ വേർഷൻ ഡൊമീനിയനിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നടന്നു. പ്രശ്നം വന്നത് ഈ അത്ഭുതം സ്വീകരിച്ചവരുടെ ജീവിതം എല്ലാം പിന്നെ ഭയങ്കര ദുരിതമായി മാറി. അപ്പം പിന്നെ ചർച്ച് പിന്നെ വീണ്ടും അവിടെ പ്രാർത്ഥിച്ച് എല്ലാവരും ഒരുപാട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ ശക്തിയിൽ ഉള്ള ശുശ്രൂഷകൾ തുടങ്ങി. അത് വൈപ്പ് ഔട്ട് ചെയ്തു. അപ്പം എക്സ്ട്രീംലി എഫേർട്ട് എടുക്കേണ്ടി വന്നു പിന്നെ ചർച്ചിന്. അതുകൊണ്ടാണ് ചർച്ച് എല്ലാ കാര്യങ്ങളും ഒക്കെ ഈ ഏത് ചർച്ചാണെങ്കിലും അത്ഭുതങ്ങൾ നടക്കുമ്പോഴത്തേക്കും അതിനെ അവരൊന്ന് നോക്കും. only one thing, major thing എന്ന് വെച്ച് കഴിഞ്ഞാൽ whether this miracle is guiding that person to the finished work of Jesus. യേശുക്രിസ്തുവിന്റെ പരിഹാര ബലിയിലേക്ക് ഈ വിശ്വാസം, ഈ ഒരു മിറക്കിൾ ആ വ്യക്തിയെ ചേർത്ത് വെച്ചു. ഈ മിറക്കിൾ എൻ്റെ യേശുവിന്റെ പരിഹാര ബലിയുടെ യോഗ്യതയാൽ എനിക്ക് ലഭിച്ചതാണ് എന്നൊരു വ്യക്തി പറയുമ്പോൾ ആ മിറക്കിളിനകത്ത് യേശുവിന്റെ ഒരു ചുംബനമുണ്ട്, അതിനകത്ത് കർത്താവിന്റെ ഒരു നിറവുണ്ട്. കാരണം നമ്മളെക്കുറിച്ച്, ഒരു മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ച്, ഒരു മനുഷ്യനെ കുറിച്ച് ദൈവത്തിനൊരു ഡെസ്റ്റിനിയുണ്ട്. ഈ ഡെസ്റ്റിനിയെ റോബ് ചെയ്തെടുത്തുകൊണ്ട് പോയി പിശാചിനെ അടിമയാക്കുക എന്നുള്ളതാണ് അവന്റെ എക്കാലത്തെയും പദ്ധതി. കർത്താവിനും പിശാച് വരുന്നത് നിങ്ങളെ മോഷ്ടിക്കാനാണ്, കൊല്ലാനാണ്, നശിപ്പിക്കാനാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനാണ്, അത് സമൃദ്ധമായി ഉണ്ടാകാനാണ്. കർത്താവ് തരുന്ന ഫ്രീഡം ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ളത് അത് പലപ്പോഴും എന്താ പറയുക, നമ്മൾ ചിന്തിക്കും ഈ ജൂതമതത്തെ പോലെ സ്ട്രിക്റ്റ് റിലീജിയസ് ഒബ്സർവൻസിന് 5 നേരം പ്രാർത്ഥിച്ച് ചില മതനിഷ്ഠകളൊക്കെ ചെയ്ത്, അതല്ല പുതിയ നിയമം എന്ന് പറഞ്ഞ ദൈവവുമായിട്ടുള്ള അബോധ്യമായ ഒരു ഫ്രീഡത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രവേശിപ്പിക്കുകയാണ്. ആ ഒരു ഫ്രീഡം ഓഫ് ദ ഹോളി സ്പിരിറ്റിന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രവേശിപ്പിക്കുക. ആ പരിശുദ്ധാത്മ അഭിഷേകത്തിലുള്ള ജീവിതം അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ എന്നോട് പറയും, ബ്രദറെ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നു, ഒരുപാട് കാര്യം നടക്കുന്നുണ്ട്. ഇപ്പം ദൈവം ആരോടും പോകില്ലെന്നോ, ദൈവം സ്വർഗത്തിൽ നിന്ന് ബാനിഷ് ചെയ്ത ഏഞ്ചൽസ് പല രൂപത്തിലും ഭാവത്തിലും ലോകം മുഴുവനും ഉണ്ട്, അവയൊന്നും ആരാധിക്കരുതെന്നൊന്നും ദൈവം പറയുന്നില്ല. ദൈവം നാളെ രാവിലെ നിങ്ങളെ അത് നശിപ്പിക്കുവോ? അങ്ങനെ ഒരാളല്ല നമ്മുടെ ദൈവം. ഹി വാണ്ട്സ് യു ടു എക്സ്പ്ലോർ ദ ട്രൂത്ത് ആസ് ഇറ്റ് ഈസ്. ആ സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ദൈവം എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു. സ്നേഹനിധിയായ അപ്പനാണ്. ആ ശക്തികളോട് കൂടി നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഡെസ്റ്റിനി റോബ് ചെയ്യും. മാത്രമല്ല അവർ പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങളെയും കൊണ്ടുപോകും. അതാണ് അവന്മാരുടെ ചിന്ത, അവന്മാരുടെ പരിപാടി. അപ്പൊ അതിനകത്തുനിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി അവന്മാരുടെ പിടുത്തത്തിൽപ്പെട്ട മനുഷ്യർ ഈ ഭൂമിയിൽ മുഴുവൻ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ ചക്കരക്കുട്ടന്മാരും ചക്കരക്കുട്ടികളും പൊന്നോമന പുത്രന്മാരും പുത്രിമാരും എല്ലാം അവന്റെ അധീനതയ്ക്കകത്തേക്ക് പോയി കടന്നത് കണ്ടപ്പോൾ സ്വർഗത്തിരുന്ന ആള് ചിന്തിച്ചു, ദിസ് ഇസ് ദ ടൈം, എനിക്ക് ഇറങ്ങണം, ഈവന്മാരെ ഇതിൽ നിന്ന് രക്ഷിക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ 3:10, ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് that he gave his only begotten son. തന്റെ ഏകജാതനെ ഈ ഭൂമിയിൽ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് വരും അല്ലേ, ഇതിനകത്തുനിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി. യോഹന്നാൻ സുവിശേഷം 3:16 ദ ഗോൾഡൻ സ്ക്രിപ്ചർ ഇൻ ദ ബൈബിൾ. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കുവാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന് ഏകജാതന നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കും. അതായത് അവൻ പോലും അറിയുന്നില്ല, ഓൾറെഡി he is under the dominion of this fallen angels. അവനെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഇത്ര നേരം പറഞ്ഞ കാര്യം, ബൈബിളിലുള്ള കാര്യം. നേരത്തെ അങ്ങനെ അവസരത്തിൽ നമ്മൾ കാണുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഓൾറെഡി അണ്ടർ ജഡ്ജ്മെന്റ് ആണ്.
കാരണം ഈ ഫോളൻ ഏഞ്ചൽസിന് സ്പിരിറ്റിന്റെ കീഴെ പോയി അധീനപ്പെട്ട് കിടക്കുക. അതുങ്ങൾക്ക് ശക്തിയുണ്ട്, പവേഴ്സ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നല്ലോ, ഡെവിൾ എന്ന് പറയുമ്പോൾ ഡെവിളിന്റെ കൂടെ സ്വർഗത്തിൽ നിന്ന് ബാനിഷ്ഡായി ഭൂമിയിലേക്ക് വന്നിട്ടുള്ള ആയിരക്കണക്കിന് മാലാഖമാരുണ്ട്, ബാനിഷ്ഡ് ഏഞ്ചൽസ്. അവന്മാർക്ക് പവേഴ്സ് ഉണ്ട്, അവന്മാർക്ക് പല സംഭവങ്ങളും കാണിക്കാനും പിടിക്കാനും ഒക്കെ അറിയാം. പക്ഷെ അവരെക്കാളും അവരുടെ ആ അടിമത്തത്തിനകത്തുനിന്ന് ഒരു വ്യക്തി പുറത്തു വരുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ ശക്തിയും സ്വർഗത്തിലെ മാലാഖമാരുണ്ട്, ഗബ്രിയേൽ, മിഖായേൽ, റഫായേൽ, അവരുടെയൊക്കെ പവറിന്റെ ആ ഒരു ഡയമെൻഷൻ തുറക്കപ്പെടുന്നത്. ആ സ്പിരിച്വൽ റലം മനസ്സിലാക്കി കഴിയുമ്പോൾ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയിൽ ഒരു വ്യക്തി നിറയപ്പെടുമ്പോഴാണ് യഥാർത്ഥ ഫുൾനെസ്സിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയുന്നത്. നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ട് യേശു ഈ ഭൂമിയിൽ കടന്നു വന്ന് നിനക്ക് വേണ്ടി കുരിശിൽ പരിഹാര ബലിയായിരുന്നു. അത് വിശ്വസിച്ച കർത്താവിന്റെ അപ്പസ്തോലന്മാർ സിഹ്യോൻ മാളിക മുറിയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പരിഹാര ബലിക്ക് ശേഷം കർത്താവിന്റെ ആത്മാവ് ഓരോ വ്യക്തികളിലേക്കും അഗ്നിജ്വാലകൾ പോലത്തെ നാവുകളായി ഓരോ വ്യക്തികളിലേക്കും കടന്നു വരിക. എന്തുകൊണ്ട് അഗ്നിജ്വാലകൾ പോലത്തെ നാവുകളായിട്ട് ഓരോ വ്യക്തിയിലേക്കും കടന്നു വന്ന എന്തിനാ? അഗ്നിജ്വാലകൾ പോലത്തെ നാവുകൾ, ടങ്സ് ഓഫ് ഫയർ. എന്താ ഫയറായിട്ട് വന്നത്? എന്താ ഫയർ റിഫൈൻ ചെയ്യും. പരിശുദ്ധ അഗ്നി എന്താ ശുദ്ധീകരിക്കും. ഇത്രയും നാളും ആ ശരീരങ്ങളുടെ മേൽ ആധിപത്യം ഉണ്ടായിരുന്ന സകലതിനെയും ശുദ്ധീകരിച്ചുകൊണ്ട് ആത്മാവ് അവർക്ക് ക്രിസ്തുവിലുള്ള പുതിയ ഐഡന്റിറ്റി കൊടുക്കുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുകയാണ്, ഇതുവരെ ആത്മാവിന്റെ അശുദ്ധീകരണം കിട്ടിയിട്ടില്ലെങ്കിൽ യേശു ക്രിസ്തുവിനുള്ള ശുദ്ധീകരണം നിങ്ങൾ സംഭവിക്കട്ടെ. ദുഷ്ടശക്തിയൊക്കെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. ചില അസ്വസ്ഥത പോലെ, ചൊറിച്ചിൽ പോലെയോ ചില ബുദ്ധിമുട്ട് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നിരിക്കും. പ്രാർത്ഥന നിർത്തരുത്. പരിശുദ്ധാത്മ ശക്തിയിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചോളുക. കർത്താവ് നിങ്ങളെ യഥാർത്ഥ വിടുതലിലേക്ക് നയിക്കും. അനേകർ ഇന്ന് ആ വിടുതലിലേക്ക് നയിക്കും. വലിയ സൗഖ്യങ്ങൾ ശരീരത്തിൽ വെളിപ്പെടും. എല്ലാ ഭയങ്ങളും വിട്ടുപോകട്ടെ, എല്ലാ ഭയങ്ങളും വിട്ടുപോകട്ടെ യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ. റീജിയണൽ സ്പിരിറ്റ്സ് അവര് ഒരു കാര്യം കൂടെ പറയാൻ കർത്താവ് പറയും, നിങ്ങളെ പറഞ്ഞ് ഇന്നത്തെ ടോക്ക് നടത്തുവാണ്. റീജിയണൽ സ്പിരിറ്റ് ചിലപ്പോൾ നമ്മുടെ അഭിഷേകം വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ, യേശുക്രിസ്തുവിനുള്ള അഭിഷേകം വർദ്ധിച്ചു കഴിയുമ്പോൾ അവൻ വേറെ അടവർക്കാറുണ്ട്. നമ്മുടെ അഭിഷേകം ചോർത്തിക്കളയാൻ വേണ്ടി ഏതെങ്കിലും വിധത്തിൽ ബലഹീനതയായിട്ട് മുമ്പോട്ട് വരും. അപ്പം ആ ബലഹീനതയ്ക്കകത്ത് നമ്മളെ കുടുക്കിയിടാൻ നോക്കും. അപ്പം പിശാചിന്റെ മേൽ ഒരു സർട്ടൺ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ദുഷ്ടാരൂപിക്ക് ഒരു സർട്ടൺ ലെവലിൽ ഒരു വ്യക്തി ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദുഷ്ടാരൂപിക്ക് മനസ്സിലാവും, ഇവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ ആ റീജിയനുള്ള മുഴുവൻ സംഭവത്തെ ഇവൻ ഡോമിനേറ്റ് ചെയ്യും. ദൈവരാജ്യത്തിന്റെ ശക്തി അവിടെ ഇറങ്ങും. അപ്പം പിന്നെ ജഡത്തിൽ ചില കാര്യത്തിൽ പല രീതിയിൽ. അതുകൊണ്ടാണ് ശുശ്രൂഷകനാണെങ്കിലും യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും ഈ 3 തലങ്ങളെ വിജയിക്കണം. അത് കർത്താവ് തന്നെ വെച്ചിരിക്കുന്നത്. കാരണം ജഡം പൊന്തി വരുന്ന ആ നിമിഷം വന്നു കഴിഞ്ഞാൽ ആത്മാവിന് ശക്തി കുറയും. അതുകൊണ്ടാണ് ജഡം, ലോകം, പിശാച് ഈ 3നെ മറികടന്നുകൊണ്ട് യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിച്ച് ഈ ദുഷ്ടശക്തികളുടെ മേൽ വിജയം നേടി നമ്മൾ മുൻപോട്ട് പോകണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം, ആഗ്രഹം. ആദിമസഭയൊക്കെ ഇപ്പൊ നമ്മൾ ഈ ലെൻഡിങ് സീസൺ എന്നുള്ളത് ഇപ്പൊ ഒരു റിലീജിയന്റെ രീതിയിൽ ഇപ്പൊ 40 ദിവസം ഇഷ്ടമുള്ള ഒരു ഭക്ഷണം മാറ്റി വെച്ച് നമ്മൾ ഇങ്ങനെ റിലീജിയൻ പ്രാക്ടീസ് ചെയ്യും. യഥാർത്ഥ ഇതിന്റെ ഒരു പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഭക്ഷണം ഉപേക്ഷിക്കുന്ന ഒരു പ്രത്യേക ഫുഡ് മാറ്റി വെക്കുന്നതിനപ്പുറമായിട്ട് നമ്മളിലെ ക്രിസ്തുവിന്റെ ആ ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ വളർന്നു വരാൻ നമ്മളിലെ സ്പിരിറ്റിനെ ശക്തിപ്പെടുത്തുകയാണ്. വചനം കേട്ട് പ്രാർത്ഥിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് നമ്മുടെ ജഡത്തെയും ലോകത്തെയും പിശാചിനെയും യേശുക്രിസ്തുവിന്റെ അഭിഷേകത്തിൽ മറികടന്ന് തണ്ടിന്മേൽ വെച്ചിരിക്കുന്ന ഒരു ദീപം പോലെ ഒരു ലൈറ്റായിട്ട് നമ്മളൊന്ന് പ്രകാശിക്കുകയാണ് മറ്റൊരു ക്രിസ്തുവായിട്ട്. ആ ക്രിസ്തുവിന്റെ ഐഡന്റിറ്റിയിൽ ഒരു മനുഷ്യൻ വാഴാൻ തുടങ്ങുമ്പോൾ പിന്നെ അവന്റെ മേൽ നിയന്ത്രിക്കുന്ന ഫോളൻ ഏഞ്ചൽസ് അല്ല, ലോകത്തിലെ ജാതകമോ അസ്ട്രോളജി ജ്യോതിഷമോ അല്ല, ഉദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിന്റെ ശക്തിയാണ്. ആ വ്യക്തിയുടെ ഡെസ്റ്റിനി യേശു നിശ്ചയിക്കുന്ന ഡെസ്റ്റിനിയാണ്. അതുകൊണ്ട് യേശു പറയാം, നിങ്ങളുടെ മേലെ ശക്തി വന്നു കഴിയുമ്പോൾ നിങ്ങൾ ജെറുസലേമിലും സമരിയായാലും ജൂദിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെ എന്റെ സാക്ഷികളാവും. നിങ്ങളുടെ ലിമിറ്റ് എന്നുള്ളത് ദൈവം തുറക്കുന്ന ദൈവത്തിന്റെ ഡെസ്റ്റിനിയാണ്. നിങ്ങൾ ഇതിനെ ഒതുക്കാതിരുന്നാൽ നിങ്ങളെ അങ്ങ് തുറന്നു കർത്താവ് വിടുകയാണ്. അത് നിങ്ങളല്ല, നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ആത്മാവിന്റെ ശക്തി ഇറ്റ് ഈസ് റൈറ്റിംഗ് എ ന്യൂ ഡെസ്റ്റിനി ഫോർ യു. ഹല്ലേലൂയ. ജെറുസലേമിലും സമരിയായാലും ജൂദയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെ. അന്ന് വരെ ജെറുസലേമില് ഒരു സംഭവം മാത്രമായിട്ട് കണ്ടുകൊണ്ടിരുന്ന അവര് അതിന് പുറത്തൊരു കാര്യം അവർ ചിന്തിക്കുന്നില്ല. അതിനകത്തുനിന്ന് ആ ഡെസ്റ്റിനിയിൽ നിന്ന് അവരെ പരിശുദ്ധാത്മ ഒരു പുതിയ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടുവരികയാണ്. പുതിയ ഡെസ്റ്റിനിയിലേക്ക് യേശുക്രിസ്തുവിനോടുകൂടെ കോടാനുകോടി വർഷം നിന്നവർ നിത്യമായി വസിക്കുന്ന ഒരു പുതിയ ഡെസ്റ്റിനി. ആത്മാവിന്റെ ലോകം അവരുടെ മുമ്പിൽ തുറക്കപ്പെട്ടു. ദൈവരാജ്യം അവരുടെ മുമ്പിൽ തുറക്കപ്പെട്ടു. സ്വർഗരാജ്യം അവരുടെ മുമ്പിൽ തുറക്കപ്പെട്ടു. ഹെവൻ എന്ന് പറയുന്നത് സോ റിയൽ.
became so real for them. അവർ നടന്നു പോകുന്ന വഴികളിൽ രോഗികളെ കൊണ്ടേ കടത്തുവന്നു. അവർ നിഴലടിക്കുമ്പോൾ രോഗികളെ സൗഖ്യമാകുന്ന അവസ്ഥകളുണ്ടായി. ഇന്ന് യേശുവിനോട് പറഞ്ഞു, യേശുവേ, അതുപോലെ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലണ്ടൻ സീസൺ ഒരു 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 നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ പറയും, എൻ്റെ സ്കൂളാണ് നിന്റെ സ്കൂളിനേക്കാളും ബെറ്റർ, എൻ്റെ നഴ്സറിയാണ് നിന്റെ നഴ്സറിയേക്കാളും ബെറ്റർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ നാളെ ഇപ്പം സ്കൂളിലെ പിള്ളേർക്ക് എക്സാമിന് 10ലും പ്ലസ് ടു എക്സാമാണ് അല്ലേ. അപ്പം ഈ എക്സാമിന് വരുമ്പോഴത്തേക്ക് അവസാനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ഏത് സ്കൂളിൽ പഠിച്ചാലും എല്ലാവർക്കും സെയിം എക്സാമാണ്. നിങ്ങൾ ഏത് ക്രിസ്ത്യൻ ഡിനോമിനേഷനിൽ പഠിച്ചാലും when you really discover Christianity, exam is the same. ആ എക്സാമിന് നിങ്ങളെ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഏത് അച്ഛനാകട്ടെ, പാസ്റ്റർ ആകട്ടെ, വചനപ്രഘോഷകനാകട്ടെ, ദേ ആർ സിംപ്ലി ഹെൽപ്പിംഗ് യു ടു പ്രിപ്പയർ ഫോർ ദിസ് തിങ്, ബട്ട് യു ഹാവ് ടു ഫേസ് ദ ഹോൾ തിങ്. എല്ലാം സെയിമാണ്, എല്ലാം സെയിമാണ്, എല്ലാം സെയിമാണ്. ഇവിടെ ക്രിസ്തുവിനോട് ചേർന്ന് ചില കാര്യങ്ങളെ മറികടക്കുവാൻ ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. യു ആർ വെരി പവർഫുൾ ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് പൗലോസിനെ പഠിപ്പിക്കുന്നത്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും. ഇന്ന് ഈ ശുശ്രൂഷ നിങ്ങളൊരു ഒരു 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 ഏത് ഡിനോമിനേഷനിൽപ്പെട്ട വ്യക്തി, യേശു എനിക്ക് നൽകുന്ന ശുശ്രൂഷ എനിക്ക് നല്ല ഈ ഒരു ശുശ്രൂഷയിലൂടെ കർത്താവ് പകരുന്ന ഒരു കൃപ എല്ലാ യേശുവിന്റെ മക്കൾക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ആർക്കും ആക്സസ് ചെയ്യാം. കാരണം കർത്താവിന്റെ രാജ്യം എന്നുള്ളത് ഓരോ ആത്മാവും ആക്സസ് ചെയ്ത് നമ്മൾ ആത്മാവിന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ്. ഭൂമിയിൽ മാത്രം നമ്മുടെ ഈ ബുദ്ധിയുടെ തലത്തിൽ, ഈ ലോകത്തിന്റെ തലത്തിലാണ് ഈ ഡിഫറൻസ്. ആത്മലോകത്തിൽ വി ഓൾ ആർ വൺ ഇൻ ഹിം. സ്പിരിറ്റ് റലത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ആ റലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം മനസ്സിലാവും. ഇന്ന് പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ, ഈശോയെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് യേശുക്രിസ്തുവിലൂടെയുള്ള പുതിയ ഐഡന്റിറ്റി അവർക്ക് മനസ്സിലാക്കുവാനുള്ള കൃപ കൊടുക്കുമാറാണ്. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് ഒരു സിറോ മലബാറിലെ ഒരു മനുഷ്യൻ വന്നതിനോട് ഭയങ്കരമായിട്ട് ചൂടാവുക. പുള്ളിക്ക് തുറന്നു കഴിഞ്ഞാൽ അയാൾ പള്ളിയിൽ അച്ഛന്മാരെ കുറ്റം പറയുന്നു, അവരെ കുറ്റം പറയുന്നു, ഇവരെ കുറ്റം പറയുന്നു. ഇതെല്ലാം പറഞ്ഞ് അനീഷ് ബ്രദർ പറയുന്നു, ഒന്നും എനിക്ക് പിടി കിട്ടുന്നില്ല. സൺഡേ സ്കൂളിലൊക്കെ ഒരുപാട് വർഷം പഠിച്ചതാണ്. ഞാൻ പറഞ്ഞു, മോനെ, സൺഡേ സ്കൂളിലൊക്കെ നീ പഠിച്ചത് അവിടെ നിൽക്ക്, നീ ബുദ്ധിയുടെ തലത്തിൽ അക്വയർ ചെയ്തൊക്കെ നിൽക്കുക. സാവൂൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ബുദ്ധിയുടെ തലത്തിൽ അക്വയർ ചെയ്ത കുറേ അറിവുകളുണ്ടായിരുന്നു. അതെങ്ങോട്ടാണ് പുള്ളിയെ കൊണ്ട് എത്തിച്ചത്? എസ്തപ്പാനോസ് എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട ഭക്ഷണം എടുത്തു കൊടുത്ത് ഈശോയുടെ അപ്പസ്തലന്മാരെ ശുശ്രൂഷിച്ച ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിലേക്കാണ് എത്തിക്കുന്നത്. ഇന്ന് ചിലപ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലുന്നില്ലായിരിക്കും, നാവ് കൊണ്ട് മനുഷ്യൻ കൊല്ലുവാണ്. സഭാ സ്പിരിറ്റ് കയറി, റിലീജിയസ് സ്പിരിറ്റ് കയറി ഫേസ്ബുക്കിലിരുന്ന് മറ്റൊരാളെ ചീത്ത വിളിക്കുന്നു, തെറി പറയുന്നു, എൻ്റെ മതമാണ് നല്ലത്, നിന്റെ മതം ചീത്തയാണ്. യു ആർ സോ ഫാർ അവേ ഫ്രം ഹിം. അതുകൊണ്ടാണ് യേശു സാവൂളിന്റെ മുമ്പ് പ്രത്യക്ഷപ്പെട്ട് യേശു ചോദിക്കുകയാണ്, സാവൂള നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നത്? അപ്പം നിങ്ങനെ എപ്പോഴാണ് ഞാൻ പീഡിപ്പിച്ചത്? എൻ്റെ ഈ ചെറിയവല്ല അവരെയൊക്കെ നീ ഉപദ്രവിക്കും, എന്നെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്. ദേ ആർ അണ്ടർ ബ്ലൈൻഡ്നെസ്, ബ്ലൈൻഡായിട്ട് കിടക്കുവാണ്. അതാണ് സാവൂളിന്റെ ബ്ലൈൻഡ്നെസ്. ഹി വാസ് എക്സ്ട്രീംലി റിലീജിയസ്. ഭയങ്കര മതം ഉള്ളിൽ കയറിയ വ്യക്തിയാണ്. മതം, റിലീജിയൻ. ആ റിലീജിയന്റെ എന്നാ പറയുന്നത്, അതിൻ്റെ ആ ഒരു 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 ഫരിസേന, PhD കിട്ടിയ സ്കോളറാണ്. പക്ഷെ ആളെ ദൈവത്തിലേക്ക് എത്തിച്ചില്ല. മതതീഷ്ണതയിൽ കിടന്ന് എരിഞ്ഞു എന്നുള്ളതിനപ്പുറമായിട്ട് ആ സ്പിരിറ്റ് ഉള്ളിലോട്ട് ഒരു ക്രിസ്ത്യാനി കയറി കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ തന്നെ അവൻ വളച്ചൊടിച്ച് റിലീജിയന്റെ വേറൊരു സംഭവത്തിലോട്ട് കൊണ്ടുപോകും. എന്നാൽ യഥാർത്ഥ യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ അത് ആ വ്യക്തി യഥാർത്ഥ വിശുദ്ധിയിലേക്ക് നയിക്കും, എളിമയിലേക്ക് നയിക്കും, സിംപ്ലിസിറ്റിയിലേക്ക് നയിക്കും. മതത്തിന്റെ ആ ഒരു ആവരണത്തിനപ്പുറമായിട്ട് ആള് ഒരു മനുഷ്യൻ ഫ്രീ ആവും. ഒരു മനുഷ്യനെ കാണുമ്പോൾ ചിരിക്കാൻ പറ്റും, മറ്റുള്ളവരെ നമ്മളെക്കാളും റെസ്പെക്ട് ചെയ്യാൻ പറ്റും, മനുഷ്യനായി കാണാൻ പറ്റും. നമുക്ക് ആ മനുഷ്യനോട്, അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് സംസാരിക്കാൻ പറ്റും, അവരോടൊപ്പം പോയി ഫുഡ് കഴിക്കാൻ പറ്റും. നമുക്കൊന്ന് നടക്കാൻ പോകണമെങ്കിലൊക്കെ അങ്ങനെയുള്ളവരായിട്ട് നമ്മൾ നടക്കാൻ പോകുമ്പോൾ ഒരു ഫ്രീഡം കിട്ടും. നമുക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെയുള്ള മനുഷ്യരായിരുന്നു കേരളത്തിൽ. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് അപ്പച്ചന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ നാടിന്റെ സമ്പത്ത് എന്നുള്ളത്. എനിക്കറിയാവുന്ന ഒരു ഈഴോ കുടുംബത്തിൽ ജനിച്ച ഒരു അപ്പച്ചൻ, യേശുക്രിസ്തു വചനം, ഞാൻ ഈ പറയുന്ന സംഭവമൊക്കെ ആൾക്ക് നല്ല ഡീപ്പറായിട്ട് അറിയാം. ക്രിസ്ത്യാനികളെല്ലാം ഭയങ്കര റിലീജിയസ് സ്പിരിറ്റ് നിൽക്കും. എൻ്റെ അടുത്ത് ചെറുപ്പത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നത്, യേശുവിൻ്റെ ഈ വചനവും പൗലോസപ്പോസ്തലന്റെ ഈ വചനമൊക്കെ ഡീപ്ലി അത് കണക്റ്റഡ് ആയിട്ട് പ്രാർത്ഥിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അവർ ക്രിസ്ത്യാനികൾ അംഗീകരിക്കൊന്നുമില്ലായിരുന്നു. ദൈവം അംഗീകരിച്ച പിന്നെ ആറ് അംഗീകാരമാണ്. അങ്ങനെയൊക്കെ ജീവിച്ച് വചനം അനുസരിച്ച് ജീവിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിച്ച ഒരുപാട് മനുഷ്യര് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഈ തലമുറയിൽ വി ഹാവ് ടു പ്രേ ഫോർ ദോസ് പീപ്പിൾ. അതുപോലത്തെ ഒരു സമൂഹം റെഡിയാകട്ടെ. ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞവർ,
അവർക്ക് ഞാൻ പറഞ്ഞില്ല, വീണ്ടും പറഞ്ഞു, ഐഡന്റിറ്റിയേ ഉള്ളൂ. ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി മതം മാറി അല്ലെങ്കിൽ പേര് മാറി അതൊക്കെ വെറും ചപ്പും ചവറുമാണ്. അതൊന്നും അല്ല സംഭവം. ഒരാൾ ഒരു സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിൽ പോയിട്ട് പേര് മാറി അത് മാറിയിട്ട് എന്നാ കാണിക്കാനാണ്? അതൊക്കെ വല്ല ബാഹ്യമായിട്ട് അവർക്ക് വല്ല താൽക്കാലികമായിട്ട് വല്ല ഐഡന്റിറ്റിക്കായിരിക്കും. പക്ഷെ ദ റിയൽ ഐഡന്റിറ്റി ഈസ് ഇൻ ദ സ്പിരിറ്റ്. അത് ആത്മാവിലുള്ള ഐഡന്റിറ്റിയാണ്. അത് ദൈവം മനുഷ്യന് നൽകുന്ന ഒരു പുതിയ സൃഷ്ടി എന്ന ഐഡന്റിറ്റിയാണ്. ആ ഐഡന്റിറ്റിക്കകത്തേക്ക് ഒരു മനുഷ്യൻ പ്രവേശിക്കുമ്പോൾ അവൻ യഥാർത്ഥ മനുഷ്യനായി, മനുഷ്യനെ സ്നേഹിക്കുന്നവരായി, ക്ഷമിക്കുന്നവരായി, എളിമപ്പെടുന്നവരായി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി, മരണശേഷം ഒരു നിത്യജീവൻ ഉണ്ട് എന്നുള്ള റിയാലിറ്റിയെ ഭൂമിയിൽ തന്നെ അനുഭവിച്ച് ജീവിക്കുന്നവരാക്കി ദൈവം നമ്മളെ മാറ്റുകയാണ്. ഈ പറയുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും, നമ്മളാരും, ഞാനിതിപ്പോൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എനിക്കിതെല്ലാം അറിയാം, എന്നെക്കൊണ്ട് യേശു പറയിപ്പിക്കുന്നതാണ്. പല ശുശ്രൂഷകളിലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഞാൻ പിന്നീട് ടോക്ക് എടുത്ത് കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകാറുണ്ട്. കാരണം പ്രാർത്ഥിച്ചിരുന്ന ഈശോ ശുശ്രൂഷിക്കുന്ന സമയത്ത് ആത്മാവിന്റെ ശക്തിയിൽ പറഞ്ഞു വിടുന്ന കാര്യങ്ങളാണ്. കർത്താവ് വചനത്തിലൂടെയൊക്കെ എന്നെ യാത്ര ചെയ്യിപ്പിക്കും, പക്ഷെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഈശോയുടെ ആത്മാവ് പറയിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നിത് കേൾക്കാൻ നിങ്ങൾക്ക് കർത്താവ് അനുവാദം നൽകി, പറയാൻ എനിക്കും അനുവാദം നൽകി. ഇത് ചിലപ്പം 10 വർഷം കഴിഞ്ഞായിരിക്കും, 20 വർഷം കഴിഞ്ഞാൽ 30 വർഷം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഈ ടോക്ക് ഒരുപാട് മനുഷ്യരെ സ്വാധീനിക്കുവാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇന്ന് കേട്ട ഈ വചനത്തിന്റെ ശക്തി, ഇന്ന് കേട്ട ഈ സന്ദേശത്തിന്റെ അഭിഷേകം ഓരോ ഭവനങ്ങളിലും ഓരോ വ്യക്തികളിലും നിറയപ്പെടട്ടെ. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക അത്ഭുതങ്ങൾ, ഈ വചനം സത്യമാണെന്നതിന് അടയാളമായിട്ട് യേശുവേ അനേകർക്ക് നീ അത്ഭുതങ്ങൾ നീ ചെയ്യുന്നതിനായി നന്ദി പറയും. ലാൻഡ് ട്രാൻസാക്ഷൻ, ലാൻഡ് സംബന്ധമായ കാര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അതിന്റെ ചില പേപ്പർ വർക്ക് ഡിലേ നിമിത്തം, ചില ലാൻഡ് രജിസ്ട്രിയിൽ നിന്നൊക്കെ പേപ്പറുകൾ കിട്ടാനുള്ളതിന് ഡിലേ നിമിത്തം ബുദ്ധിമുട്ടുന്നവരെ യേശു നേരിട്ടിറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നു. ലാൻഡ് ട്രാൻസാക്ഷന്റെ കാര്യങ്ങൾക്കകത്ത് വലിയൊരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. യേശുവെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ഭൂമിയിൽ വസിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ അവസരം നൽകി. ഈ ഭൂമിയുടെ മേൽ, ചില റീജിയന്റെ മേൽ, ലാൻഡ് ഒക്കെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ചില റീജിയണൽ സ്പിരിറ്റ്സ് ചിലപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഇന്നത്തെ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ റീജിയണൽ സ്പിരിറ്റിനെ യേശു നീക്കം ചെയ്യുകയാണ്. കാരണം ഇന്ന് കേട്ട വചനത്തിലൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, ആ റീജിയണൽ സ്പിരിറ്റിന്റെ മേൽ അധികാരം യേശുവിനാണ്. യേശുവിന്റെ കുരിശിനെ പൂർത്തീകരിച്ച പ്രവൃത്തിയിൽ ആ റീജിയണൽ സ്പിരിറ്റ് സബ്ജക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അവന്റെ സകല അടവുകളെ യേശു ക്രൂശിൽ നിരായുധമാക്കി ആയുധവർഗം വെപ്പിച്ചിരിക്കുന്നു. ഇന്ന് യേശു ക്രിസ്തുവിനുള്ള വിജയത്തിന്റെ ആഘോഷം സംഭവിക്കുന്നു. എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ വചനത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ കുരിശിനെ പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ ശക്തിയാൽ നീങ്ങി മാറിപ്പോകുന്നതിനെ നന്ദി. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കൊളോസസ് 3:17 വചനം, വാക്കാലോ പ്രവൃത്തിയാലോ നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവ് യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യും. നിവിയ എബ്രാഹത്തെ ഈശോ തൊടുന്നു. നിതിൻ റോസിനെ കർത്താവ് ചേർത്ത് നിർത്തുന്നു. ജോലിയിൽ, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലും ചില സമയത്ത് നമുക്ക് അസ്വസ്ഥത ഫീൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറയണം. ഞാനും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട യേശുവിനെ കുരിശുബലിയിലേക്ക് നമ്മുടെ ജോലി മേഖലയാണ് അങ്ങ് സമർപ്പിക്കുക. നിതിൻ റോസി എനിക്കറിയാം, ഷെഫാണല്ലോ നിതിൻ റോസി. ഷെഫായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് യേശു അങ്ങയുടെ സമാധാനം വാഴട്ടെ, വ്യാപരിക്കട്ടെ. ആ സമാധാനം ആ സ്ഥലത്ത് അങ്ങ് വ്യാപരിക്കും. ഹല്ലേലൂയ. ആ സമാധാനത്തിന് അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടും. ഇന്ന് ആ ക്രിസ്തുവിന്റെ ദിവ്യ സമാധാനം നമ്മളെല്ലാവരെയും പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ. Every single time when you go to worship Jesus, whether in a church or whether you in a family, in your own family, ഈശോയുടെ ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നിങ്ങളെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന് ഈ ദുഷ്ടശക്തികളിൽ നിന്ന് മോചനം കിട്ടുന്നതിന് വേണ്ടി കന്യകയിൽ നിന്ന് ജനിച്ച യേശുവിന്റെ ആ മഹത്വത്തെ, ആ സാന്നിധ്യത്തെ രുചിച്ചറിയുക. എല്ലാവരും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹം കൊണ്ട്, പുത്രനായ ഈശോയുടെ കൃപ കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ സംബന്ധം കൊണ്ട്, സഹവാസം കൊണ്ട് ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കീപ് മീ ഓൾസോ ഇൻ പ്രയേഴ്സ്. 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ സാറ്റർഡേ സൺഡേ വീൽചെയറിൽ വീൽചെയർ ഉപയോഗിക്കുന്ന യുവജനങ്ങളായിട്ടുള്ള ആക്സിഡന്റ് ഒക്കെ വന്ന, ബ്രെയിൻ ഇഞ്ചുറി വന്ന ആൾക്കാരുമായിട്ട് ഞങ്ങളൊരു മിഷൻ ട്രിപ്പ്, അത് ഇന്ന് വൈകുന്നേരം മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. പക്ഷേ സാറ്റർഡേ സൺഡേ ആണ് മെയിനായിട്ടുള്ള അവർക്ക് വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ പ്രയർ ശുശ്രൂഷയുണ്ട്.
അപ്പോൾ ആ യാത്രകളെയും അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ചില വ്യക്തികൾക്കൊക്കെ കർത്താവ് ഒരുപാട് സൗഖ്യങ്ങൾ, അത് ചില സൗഖ്യങ്ങൾ പെട്ടെന്ന് സംഭവിച്ചു, ചിലത് ക്രമേണയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം, അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രാർത്ഥനകൾ എന്ന് പറയുന്നതിന് കാരണം നമ്മൾ ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈശോനെ ശുശ്രൂഷിക്കുമ്പോഴാണ് അതിൻ്റെ ശക്തി. കാരണം നമ്മൾ കർത്താവിൻ്റെ ശരീരമാണ്. അപ്പം നിങ്ങൾ ഐ ട്രസ്റ്റ് ദാറ്റ് യു വിൽ പ്രേ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ ചോദിക്കുകയാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം. അതിലൊരു പയ്യന് വീൽ ചെയറിൽ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെ ശുശ്രൂഷയ്ക്ക് ഹെൽപ്പിന് വരുന്നൊരു പയ്യന് കഴിഞ്ഞ ദിവസം ഒരു സ്ട്രോക്ക് പോലെ വന്ന് ആൾ ഹോസ്പിറ്റലാണ്. ആൾ റിക്കവറായി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവർക്കൊക്കെ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണ്. അപ്പം ദൈവം അവരൊത്തിരി സൗഖ്യം കൊടുത്ത് അവരെ മുമ്പോട്ട് നയിക്കുകയാണ്. പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. പിന്നെ നമ്മുടെ ഇവിടുത്തെ ആ സെൻറ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ എല്ലാം കർത്താവിന് വലിയ കൃപ പെയ്തിറങ്ങുവാൻ ഇടയാകട്ടെ. കൂടുതൽ ഈശോയുടെ കരുണ എല്ലാവരിലേക്കും എത്തിപ്പെടുവാൻ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു.